Thank you, sir. Good morning, ma'am. Good morning. മാക്സിമം എല്ലാവരും വീഡിയോ മോഡിൽ വരാൻ കഴിയുന്നവർ വരാം. ഇന്നത്തെ മോർണിംഗ് സെഷനിലേക്ക് എല്ലാവരെയും ഞാൻ വളരെ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും വെൽക്കം ചെയ്യാണ്. വാം വെൽക്കം ഓൾ ഓഫ് യു. ഗുഡ് മോർണിംഗ്. എന്താണ് എല്ലാവരുടെ വിശേഷങ്ങള്? ഹാപ്പി അല്ലേ എല്ലാവരും? മാക്സിമം വീഡിയോ മോഡിൽ വരാം. ഗുഡ് മോർണിംഗ്. Good morning, ma'am. ഗുഡ് മോർണിംഗ്. Good morning, ma'am. Good morning, ma'am. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സെഷനിലേക്ക് എല്ലാവരും ഞാൻ ഒരിക്കൽ കൂടി വെൽക്കം ചെയ്യാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ എനർജി ഹൈ ആക്കി നിർത്താനായിട്ട് നമ്മുടെ ലൈഫിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, നമ്മൾ ഫോളോ ചെയ്യേണ്ട. മ്യൂട്ട് ചെയ്യൂ കേട്ടോ. കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാവർക്കും എപ്പോഴും ആഗ്രഹമുള്ള കാര്യമാണ് അല്ലേ, ഹൈ എനർജിയിൽ നിൽക്കണം, എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം, ഹെൽത്തി ആയിട്ടിരിക്കണം എന്നൊക്കെ എല്ലാവർക്കും വളരെ ആഗ്രഹമാണ് അല്ലേ? അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് എല്ലാവർക്കും പിന്നെ ആ ഒരു ഹാപ്പി ആയിട്ടിരിക്കുക എന്ന് മാത്രമല്ല, നമ്മുടെ എനർജി ഹൈ ആക്കുന്നതിലൂടെ നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ ആ ഒരു മാനിഫെസ്റ്റേഷൻ അല്ലേ, ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ എല്ലാവർക്കും അറിയാം. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് എത്തിക്കാനും നമുക്ക് സാധിക്കും. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും തീവ്രമായിട്ടുള്ള ആഗ്രഹമുണ്ട് അല്ലേ, ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യണം. എല്ലാവർക്കും, ഏതൊരു മനുഷ്യനുള്ള ആഗ്രഹമാണ് എന്ത്, എൻ്റെ ലൈഫിൽ എനിക്കൊരു ലക്ഷറി ലൈഫ് വേണം, അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടിരിക്കണം, അല്ലെങ്കിൽ നല്ല വീട് വേണം അല്ലേ, നല്ല റിലേഷൻഷിപ്പ് ബെറ്റർ ആവണം, ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് വേണം. ഇവയെല്ലാം എല്ലാവരുടെയും ആഗ്രഹങ്ങളാണ്. പിന്നെ എവിടെയാണ് ഇത് ലഭിക്കാതെ പോകുന്നത്, നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റാത്തത് എവിടെയാണ്? ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അറിയാമോ എന്തുകൊണ്ടാണ് അത് പോസിബിൾ അല്ലാത്തത് എന്നുള്ളത് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എല്ലാവരും ഒന്ന് ടെക്സ്റ്റ് ചെയ്യൂ. നമുക്ക് ടെക്സ്റ്റ് ചെയ്തിട്ടൊക്കെ അങ്ങനെ മുന്നോട്ട് പോകാം. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് എനർജറ്റിക് ആയിട്ടിരിക്കാൻ പറ്റും അല്ലേ. വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ബോർ ഫീൽ ആവും. അപ്പോൾ ഇടയ്ക്കൊന്ന് ടെക്സ്റ്റ് ചെയ്യാം. യെസ്, മുഹ്സിന മാം പറയുന്നു എനർജി ലോ ആയതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ കാര്യങ്ങളൊന്നും നമ്മൾ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് എത്താൻ നമുക്ക് സാധിക്കാത്തതെന്നുള്ളത്. അതെ, എനർജി ലോ ആയതുകൊണ്ടാണെന്ന് പറഞ്ഞു. ശരിയാണ്, ഉത്തരം ആൻസർ ശരിയാണ്. അപ്പോൾ ഒന്നുകൂടെ അതിലേക്ക് പോയി കഴിഞ്ഞാൽ എനർജി ലോ ആയതുകൊണ്ട് എന്തുകൊണ്ടാണ്, അതുകൊണ്ട് എന്താണ് പ്രശ്നം? എനർജി ലോ ആയതുകൊണ്ട് എന്താ നമുക്ക് നമ്മുടെ ലൈഫിലേക്ക് കാര്യങ്ങൾ വന്നുകൂടെ അല്ലേ? ചിന്തിക്കുന്നുണ്ടോ നിങ്ങൾ? എനർജി ഹൈ ആവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ഓരോ കാര്യങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള എനർജി ഫ്രീക്വൻസി ഉണ്ട്. യൂണിവേഴ്സിലുള്ള എല്ലാം എനർജി ഫോമിലാണുള്ളത്. നമ്മളും എല്ലാം എനർജി ഫോമിലാണ്. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. എല്ലാത്തിനും എനർജി ഫോമുണ്ട്. നമ്മുടെ ഓരോ ആഗ്രഹങ്ങൾക്കും, മണിക്ക് അതിൻ്റേതായിട്ടുള്ള എനർജി ഫ്രീക്വൻസി ഉണ്ട്. എവ്രിതിങ്, എല്ലാത്തിനും എനർജി ഫ്രീക്വൻസി ഉണ്ട്. അപ്പോൾ നമ്മുടെ എനർജിയുമായിട്ട് നമ്മുടെ ഈ ഗോൾസിൻ്റെ എനർജി മാച്ച് ആവുമ്പോഴാണ് എന്തുണ്ടാവുന്നത്, അത് നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുന്നത്. എല്ലാം എനർജി ഫോമിലാണ്. അപ്പോൾ ആ ഒരു എനർജിയിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ഒരു എനർജിയിലേക്ക് നമ്മൾ മാത്രമല്ല എനർജി ലോ ആവുന്നതിന് കാരണം ചുറ്റുപാടുകളും കാരണമാണ്. ശരിയാണ്. പക്ഷേ നമ്മുടെ എനർജി ഹൈ ആക്കി കഴിഞ്ഞാൽ ചുറ്റുപാടുകളിൽ നടക്കുന്ന നെഗറ്റീവ്സ് നമ്മെ എഫക്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഓക്കെ, ഒരു ടെക്സ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ആൻസറാണ് ഇപ്പോൾ പറഞ്ഞത് കേട്ടോ. നമ്മുടെ എനർജി ലോ ആവുന്നതിന് നമുക്ക് നമ്മുടെ
എനർജി ഹൈ ആക്കാനുള്ള ഉത്തരവാദിത്തം നമുക്കാണ്. അതിന് വേണ്ട കാര്യങ്ങൾ ഞാനിപ്പോൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യും, നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു ഗോൾസിൻ്റെ, നമ്മുടെ ആ ഒരു ബെറ്റർ റിലേഷൻഷിപ്പിൻ്റെ, അല്ലെങ്കിൽ ബെറ്റർ ഹെൽത്തിൻ്റെ, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സന്തോഷം, ഹാപ്പിനെസ്, അതുപോലെ നമ്മുടെ ഒരുപാട് ആഗ്രഹങ്ങൾ നമ്മൾ അച്ചീവ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഓരോ കാര്യങ്ങളുടെയും എനർജി ഫ്രീക്വൻസിയുമായിട്ട് നമ്മുടെ എനർജി ഫ്രീക്വൻസി മാച്ച് ആവണം. അത് മാത്രമല്ല, നമ്മുടെ ഈ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുടെയൊക്കെ എനർജി ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഹൈ ആണ്. ഹൈ ലെവൽ ഫ്രീക്വൻസിയിലാണ് അവയെല്ലാം ഉള്ളത്. അപ്പോൾ ആ ഒരു ഹൈ ലെവൽ ഫ്രീക്വൻസിയിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ഇപ്പോൾ ഉള്ള നമ്മുടെ ഈ ഒരു പ്രസൻ്റ്ലി നമ്മുടെ ഈ ഒരു എനർജി ഫ്രീക്വൻസി എന്ന് പറയുന്നത് ലോ എനർജി ഫ്രീക്വൻസിയാണ്. എല്ലാവരുടെയും ലോ എനർജി ഫ്രീക്വൻസി ആണെന്നല്ല, നിങ്ങളുടെ ലൈഫിൽ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എനർജി ഫ്രീക്വൻസി ലോ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു 5 കാര്യങ്ങളാണ് ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ എനർജി ഹൈ ആക്കാനായിട്ട് വേണ്ടതെന്നുള്ളത്. ഫസ്റ്റ് വൺ സെൽഫ് ലവ് ആണ്. നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. ഓക്കെ, സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് നമ്മോട് തന്നെ സ്നേഹം ഉണ്ടാവുക എന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ വരുന്നൊരു കാര്യം, നമ്മൾ നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യേണ്ട കാര്യം. എന്താണ് സെൽഫ് ലവ്? സെൽഫ് ലവ് എന്ന് പറയുമ്പോൾ നമ്മോട് തന്നെ ഒരു ബെറ്റർ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി, മറ്റൊരു വ്യക്തി എന്ന് വിചാരിക്കുക, നമ്മുടെ ഓപ്പോസിറ്റുള്ള ഒരു വ്യക്തിയെ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. ആ ഒരു വ്യക്തിയോട് നമ്മൾ എങ്ങനെയാണോ പെരുമാറുന്നത്, ഈ ലോകത്ത് തന്നെ ആ ഒരു വ്യക്തിയെ നമ്മൾ ഇഷ്ടപ്പെടുന്നത്, കൂടുതൽ ഇഷ്ടപ്പെടുന്നത് വിചാരിച്ചു കഴിഞ്ഞാൽ, ആ ഒരു വ്യക്തിയെ എങ്ങനെയാണോ നമ്മൾ ഇഷ്ടപ്പെടുന്നത് അതുപോലെ നമ്മൾ നമ്മെ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ്. നമ്മൾ നമ്മെ സ്നേഹിക്കുക, നമ്മൾ നമ്മളോട് തന്നെ നമ്മളിന്ന് ചേർത്ത് പിടിക്കുക. നമുക്ക് ഒരുപാട് കുറവുകളൊക്കെ ഉണ്ടാവും, എല്ലാവർക്കും കുറവുകളുണ്ട്. ആ കുറവുകളെല്ലാം അംഗീകരിച്ച് നമ്മെ ചേർത്ത് പിടിച്ച് നമ്മെ റെസ്പെക്റ്റ് ചെയ്ത്, അല്ലേ, നമ്മൾ ആ ഒരു റെസ്പെക്റ്റോട് കൂടി ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ഭാഗത്ത് തെറ്റുകളൊക്കെ വരും. ആ തെറ്റുകൾ വരുന്ന സമയത്ത് ആ തെറ്റുകളിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊണ്ട് എന്ത് ചെയ്യുക, ആ ഒരു പുതിയ പരാജയങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് സക്സസ്സിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരിക്കലും നമ്മൾ നമ്മെ സെൽഫ് ബ്ലെയിം ചെയ്യരുത്, നമ്മൾ നമ്മെ തന്നെ ബ്ലെയിം ചെയ്യരുത്. ഓക്കെ, അപ്പോൾ സെൽഫ് ലവ്, നമ്മൾ നമ്മോട് തന്നെയുള്ള ഒരു സ്നേഹം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ആണ് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് വരുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളെ സ്നേഹമുണ്ടോ? നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ സെൽഫ് ലവ് എത്രത്തോളം ഉണ്ട്? ഒന്ന് ടെക്സ്റ്റ് ചെയ്യൂ. യെസ്, സമീറ മാം പറയുന്നു, വിജി സർ പറഞ്ഞു, ഷംന, സുബേദ മാം പറയുന്നു യെസ്, നമ്മൾ നമ്മെ തന്നെ സ്നേഹിക്കണം. ഈ ഒരു സ്നേഹം എന്നുള്ളത് ആ ഒരു വാക്കുകളിൽ മാത്രമല്ല വേണ്ടത്, എല്ലാ തലത്തിലും നമ്മൾ നമ്മെ സ്നേഹിക്കണം. ഹമീദ് സർ ചോദിക്കുന്നു അതെങ്ങനെ അറിയും എന്നുള്ളത്. സെൽഫ് ലവ് എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളോട് തന്നെ ഒരു ചെസ്റ്റിൽ കൈവച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഐ ലവ് മൈസെൽഫ് എന്ന് പറഞ്ഞു നോക്കൂ, ഞാൻ എന്നെ സ്നേഹിക്കുന്നു. ഹമീദ് സർ, ചെസ്റ്റിൽ കൈവച്ചിട്ട് ഐ ലവ് മൈസെൽഫ്, ഞാൻ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു സ്നേഹം നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ? അപ്പം നിങ്ങൾക്ക് മക്കളുണ്ടെങ്കിൽ ആ മക്കളോട് ഐ ലവ് യു സോ മച്ച്, അല്ലെങ്കിൽ ലൈഫ് പാർട്ട്ണറോട് ഐ ലവ് യു സോ മച്ച് എന്ന് പറയുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീല് നിങ്ങൾക്ക് നിങ്ങളോട് കിട്ടുന്നുണ്ടോ? നിങ്ങളുടെ പാരൻസിനോട് പറയുമ്പോൾ ഒന്ന് നോക്കൂ. ആ ഒരു സ്നേഹം നമുക്ക്, അല്ലെങ്കിൽ ആ ഒരു പ്രണയം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മെ സ്നേഹിക്കും. പിന്നെ ഈ സ്നേഹം എന്നുള്ളത് വെറും വാക്കുകളിലോ ഒരു അഫർമേഷൻസിലൂടെ മാത്രമല്ല, നമ്മൾ നമ്മെ അംഗീകരിക്കുക. നമ്മൾ എങ്ങനെയാണോ ഉള്ളത് ആ ഉള്ള നമ്മളെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതും സെൽഫ് ലവിൻ്റെ ഭാഗമാണ്. അതുപോലെ ഈ സെൽഫ് ലവ്, നമുക്ക് സെൽഫ് ലവ് ഇല്ലാത്തൊരാളാണെങ്കിൽ, അല്ലെങ്കിൽ സെൽഫ് ലവിനെ കുറിച്ച് ഇപ്പോൾ അറിയുന്ന ആളുകൾ, സെൽഫ് ലവ് അത്ര ശ്രദ്ധിക്കാത്ത ആളുകളൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നമ്മൾ ആഡ് ചെയ്യുന്നതിലൂടെ നമുക്ക് സെൽഫ് ലവ് കൾട്ടിവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് നമ്മോട് തന്നെ സ്നേഹം ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്താണ്, നമ്മൾ അക്സെപ്റ്റൻസ് ആണ്. നമ്മൾ നമ്മെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ പല കുറവുകളും നമുക്കുണ്ടാവും, പല പോരായ്മകളും നമുക്കുണ്ടാവും, അല്ലേ? ഒരുപാട് തെറ്റുകൾ ചെയ്ത വ്യക്തിയായിരിക്കാം,
പാസ്റ്റ് ലൈഫിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരുപാട് ഗോൾസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഒന്നും അച്ചീവ് ചെയ്യാതെ ആ ഒരു പോരായ്മ അല്ലെ, ലൈഫിൽ ഒരുപാട് പോരായ്മകളിലൂടെ ജീവിച്ച ആളായിരിക്കാം. അങ്ങനെയൊക്കെയുള്ള വ്യക്തിയെ നമുക്ക് നമ്മോട് തന്നെ ഒരു വിഷമോ വെറുപ്പോ തോന്നാതെ എന്ത് ചെയ്യുക, നമ്മൾ നമ്മെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത്, അംഗീകരിക്കുക, പൂർണ്ണമായിട്ട് നമ്മൾ അംഗീകരിക്കുക. അത് സെൽഫ് ലവിൻ്റെ ഭാഗമാണ്. അതാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ പോസിറ്റീവ് അഫർമേഷൻസ് കൊടുക്കുന്നതിലൂടെ നമുക്ക് നമ്മളിൽ തന്നെ സെൽഫ് ലവ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഐ ആം സ്ട്രോങ്, ഐ ആം കറേജിയസ്, ഐ ആം ലവിങ്, ഐ ആം കെയറിങ്, ഇങ്ങനെയുള്ള ഐ ആം കോൺഫിഡൻറ്റ്, ഐ ആം കേപ്പബിൾ. ഇങ്ങനെ നമ്മൾ ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ അത് അനുഭവിക്കുന്നുണ്ടാവില്ല, പക്ഷേ ഈ അഫർമേഷൻസ് നിരന്തരം നമ്മൾ പറയുന്നതിലൂടെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അത് ഇറങ്ങുകയും അതുപോലെയുള്ളൊരു വ്യക്തിയായിട്ട് നമ്മൾ മാറുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഐ എം സ്ട്രോങ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ വീക്കായിട്ടുള്ള ആളായിരിക്കാം നമ്മൾ. അപ്പോൾ ഞാൻ ഐ ആം സ്ട്രോങ് എന്ന് പറയുമ്പോൾ അതൊരു കളവ് പറയല്ലേ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും. അങ്ങനെയല്ല, നമ്മൾ നമ്മോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണോ അത് നമ്മൾ ആയിത്തീരും. അതാണ് നമ്മൾ. ഓക്കെ. അപ്പോൾ നമ്മുടെ ചിന്തകൾ, നമ്മുടെ വാക്കുകൾ, ഇവയെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. സെൽഫ് ലവിൻ്റെ ഭാഗമായിട്ട് ഒരിക്കലും നമ്മൾ നമ്മെ കുറ്റപ്പെടുത്തരുത്. ഇപ്പോൾ പല ചില കേസുകളിൽ സംഭവിക്കുന്നതാണ്, നമ്മൾ ടു ഡു ലിസ്റ്റ് ഒക്കെ തയ്യാറാക്കും അല്ലേ? ടു ഡു ലിസ്റ്റ് ഒക്കെ തയ്യാറാക്കിയിട്ട് പക്ഷെ നമുക്ക് ചിലപ്പോൾ അത് ഫോളോ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഒരു ഡേ നമ്മൾ ആ ഒരു എൻഡിങ് ടൈമിൽ എത്തുമ്പോൾ നമ്മൾ ചിന്തിക്കുകയാണെന്ന് എന്തെല്ലാം ഞാൻ ചെയ്തു, ആ ടു ഡു ലിസ്റ്റ് വെച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ടോ എന്ന് ഞാൻ ചിന്തിക്കുന്ന സമയത്ത് ഇല്ല എന്നാണ് വരുന്നതെങ്കിൽ, എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്യാൻ പറ്റിയില്ല അല്ലെങ്കിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ് അവിടെ നമുക്ക് നമ്മോട് വരുന്ന ഫീൽ എന്തായിരിക്കും? നിങ്ങൾക്ക് നിങ്ങളോട് വരുന്ന ഫീൽ എന്താണ്? നിങ്ങൾക്ക് എന്തായിരിക്കും ഫീൽ വരിക? ഒന്ന് ടെക്സ്റ്റ് ചെയ്യൂ. സ്നേഹമാണോ ഫീൽ ചെയ്യാം? സ്നേഹം ഫീൽ ചെയ്യാറുണ്ടോ? ഇല്ല. ദേഷ്യം ഫീൽ ചെയ്യും അല്ലേ? ഞാൻ ഫീൽ ചെയ്യാതെ കുറച്ചൊന്നും ചെയ്യാൻ പറ്റുമല്ലോ എന്നാണ്. യെസ്, അത് സെൽഫ് ലവിന്റെ ഭാഗമാണ്. വെരി ഗുഡ്. അപ്പോൾ വെറുപ്പ് ഫീൽ ചെയ്യും അല്ലേ? അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ എന്തായിരിക്കും അവരോട് പറയാം? ഒരു നിരാശ വരും അല്ലേ? ഇപ്പം നമ്മുടെ മക്കളാവാം, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി, അവരുടെ ഭാഗത്ത് ഇങ്ങനെയുള്ള തെറ്റുകൾ സംഭവിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അവരോട് ബിഹേവ് ചെയ്യുക? ഇങ്ങനെ അവരോട് പെരുമാറുക? നമ്മൾ എന്ത് പറയും? ഇറ്റ്സ് ഓക്കെ അല്ലേ? അതാണ് അതിൻ്റെ ശരിയായ ഒരു വേ. ദേഷ്യപ്പെടും, വഴക്ക് അതൊക്കെ ഉണ്ടാവാം, പക്ഷെ അതല്ല അതിൻ്റെ ശരിയായിട്ടുള്ള വഴി. എന്താണ്? ആ ഒരു കുഞ്ഞിനോട് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയോട് നമ്മൾ ഇറ്റ്സ് ഓക്കെ, നാളെ റെഡിയാക്കാം, വെറീഡ് ആവണ്ട അല്ലേ? ആ ഒരു ആശ്വാസ വാക്കുകളാണ് അവിടെ നമ്മൾ പറയേണ്ടത്. അതുപോലെ തന്നെ നമ്മളവിടെ ദേഷ്യം അല്ലെങ്കിൽ കുറ്റബോധം ഇതൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ എനർജി ഡൗൺ ആവുകയും, ആ സമയത്ത് എന്താ വരിക? നമ്മുടെ എനർജി ഡൗൺ ആവുകയാണ് ചെയ്യുക. നെക്സ്റ്റ് ഡേ പോലും നമുക്കത് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മൾ എത്തും എന്നുള്ളതാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഇങ്ങനെയൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ പൊട്ടൻഷ്യൽ പുറത്തെടുക്കാൻ സാധിക്കാത്തതിൻ്റെ റീസൺ നമ്മൾ മാത്രമല്ല, നമ്മൾ പാസ്റ്റിൽ അനുഭവിച്ചിട്ടുള്ള ട്രോമകളിൽ നിന്നെല്ലാമുള്ള ലിമിറ്റിംഗ് ബിലീഫുകളാണ് നമ്മൾ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് മാനേജ് ചെയ്ത് വെക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക? നമ്മെ ചേർത്ത് പിടിച്ച് നമ്മെ തന്നെ ആ ഒരു കുറ്റപ്പെടുത്തുന്നതിന് പകരം, അല്ലെങ്കിൽ ആ ഒരു ദേഷ്യം ഫീൽ ചെയ്യുന്നതിന് പകരം ഇറ്റ്സ് ഓക്കെ, നാളെ റെഡിയാക്കാം, നമ്മൾ നമ്മോട് തന്നെ ഒന്ന് ആശ്വസിപ്പിച്ചിട്ട് നമ്മൾ പറയുക ഇറ്റ്സ് ഓക്കെ. അപ്പോൾ ആ ഒരു എനർജി ഡൗൺ ആവുന്ന സംഭവം അവിടെ ഉണ്ടാവില്ല. നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ നെക്സ്റ്റ് ടൈം നമുക്കത് ഒന്നുകൂടെ ബെറ്റർ ആയിട്ട് ചെയ്യാനുള്ള ഒരു ടെൻഡൻസിയാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ നമ്മെ കുറ്റപ്പെടുത്തുമ്പോൾ, നമ്മൾ നമ്മെ ആ ഒരു ദേഷ്യം നമ്മോട് തന്നെ ഫീൽ ചെയ്യുമ്പോൾ, വെറുപ്പ് ഫീൽ ചെയ്യുമ്പോൾ നമ്മുടെ എനർജി ലോ ആവുകയാണ് ചെയ്യുന്നത്. ഈ ലോ ആവുന്നതിലൂടെ വീണ്ടും നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഗോൾസ് അച്ചീവ് ചെയ്യാനോ അതിലേക്ക് വേണ്ട ആ ഒരു ആക്ഷൻസ് എടുക്കാനോ, ആ ഒരു സ്റ്റെപ്പിലേക്ക് സക്സസ്സിലേക്കുള്ള നമ്മുടെ ഗോൾസിലേക്കുള്ള ഒരുപാട് കാര്യങ്ങൾ ആക്ഷൻസ് നമുക്ക് ചെയ്യേണ്ടി വരും അല്ലേ? ആ ആക്ഷൻസ് ചെയ്യാനുള്ള ആ ഒരു എനർജി പോലും ഇല്ലാതെ നമ്മൾ ഡൗൺ ആയി ലൈഫ് അങ്ങനെ മുന്നോട്ട് പോവുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മളെപ്പോഴും എനർജറ്റിക് ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെൽഫ് ലവ് വേണം. നമ്മൾ നമ്മെ ഒരിക്കലും കുറ്റപ്പെടുത്തരുത്. നമ്മുടെ എനർജി ഡൗൺ ആവുന്ന ഒരു കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ പാടില്ല.
അതുപോലെ തന്നെയാണ് ഈ സെൽഫ് ബ്ലെയിമിൻ്റെ കാര്യം പറഞ്ഞു. അതുപോലെ തന്നെയാണ് നെഗറ്റീവായിട്ടുള്ള തോട്ട്സ്, അതുപോലെ നെഗറ്റീവായിട്ടുള്ള വേർഡ്സ് നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതും സെൽഫ് ലവിൻ്റെ ഭാഗമാണ്. നമ്മൾ എന്താണ് മറ്റുള്ളവരെ കുറിച്ച് നെഗറ്റീവ് പറയുക, മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പം സ്വന്തത്തിനെ കുറിച്ച് കുറ്റം പറയുക, അല്ലെങ്കിൽ മറ്റുള്ളവരെ ഇങ്ങനെ എപ്പോഴും വെറുപ്പിച്ചുകൊണ്ടിരിക്കുക, ഇങ്ങനെയുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റുകൾ ചെയ്യുക, ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുണ്ടാവുന്ന ഒരു വികാരമുണ്ട് അല്ലേ? അതിനൊക്കെ ശേഷം നമുക്ക് വരും വേണ്ടായിരുന്നു അല്ലേ? മറ്റുള്ളവരോട് ദേഷ്യപ്പെടുക, ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് തന്നെ ഒരു എനർജി ഡൗൺ ആവാറുണ്ട്. വേണ്ടായിരുന്നു, അങ്ങനെ ചിന്തിക്കേണ്ടായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ പറയണ്ടായിരുന്നു അല്ലേ? അങ്ങനെ തോന്നാറില്ലേ? ഇതെല്ലാം നമ്മുടെ എനർജി ലോ ആക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ. അപ്പൊ ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കുന്നത് സെൽഫ് ലവിന്റെ ഭാഗമാണ്. അതുപോലെ കളവ് പറയുക, ചെറിയ ചെറിയ കളവാണെങ്കിലും അത് പറയുന്ന സമയത്ത് നമുക്ക് ഓക്കെ ആയിരിക്കും, പക്ഷെ അത് കഴിഞ്ഞ് എന്തായിരിക്കും, നമുക്ക് കുറ്റബോധം വരും, നമ്മുടെ എനർജി ഡൗൺ ആവും അല്ലേ? പിന്നെ അത് മാത്രമല്ല, സെൽഫ് ലവിന്റെ ഭാഗമായിട്ട് ഈ നെഗറ്റീവ് തിങ്കിങ്ങും നെഗറ്റീവ് വേർഡ്സ് പറയുന്നതും, നമ്മൾ ഇപ്പോൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന സമയത്ത് ഒരു മോശമായിട്ടുള്ള കാര്യം നമ്മൾ ചിന്തിക്കാന്ന് വിചാരിക്കുക. നമ്മുടെ ലൈഫിൽ സംഭവിച്ചത് തന്നെ ആവാം, അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ചാവാം, അല്ലെങ്കിൽ ഈ ലോകത്ത് നടക്കുന്ന പല കാര്യങ്ങളും ഉണ്ട് അല്ലേ, നമ്മളെ ഡൗൺ ആക്കുന്ന. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ നെഗറ്റീവ് ഹോർമോൺസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഈ നെഗറ്റീവ് ഹോർമോൺസ് നമ്മുടെ ബോഡിയിൽ കിടന്നിട്ട് ടോക്സിൻസ് ആയി നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് വരും. ഓക്കെ. ഹെൽത്ത് ഇഷ്യൂസ് വരും മാത്രമല്ല, നമ്മൾ എപ്പോഴും ഡൗൺ ആയിട്ടായിരിക്കും നമ്മൾ ഉണ്ടാവുക. അപ്പം നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനോ പ്രോപ്പറായിട്ട് നമ്മുടെ ആ ഒരു ഡേ പ്രൊഡക്റ്റീവായിട്ട് കൊണ്ടുപോകാനോ ഒന്നും നമുക്ക് സാധിക്കില്ല. അപ്പോൾ സെൽഫ് ലവിൻ്റെ ഭാഗമായിട്ട് ഇവയെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെയാണ് എന്ത്, നമ്മൾ എക്സസൈസ് ചെയ്യുന്നത്, സെൽഫ് കെയർ, നമ്മൾ നന്നായിട്ട് കെയർ ചെയ്ത് നല്ല വസ്ത്രം ധരിച്ച് ഹെൽത്തി ഫുഡ് കഴിച്ച് ആ ഒരു എക്സസൈസ് ഒക്കെ ചെയ്ത്, ഇവയെല്ലാം സെൽഫ് ലവിൻ്റെ ഭാഗമാണ്. അവയെല്ലാം നമുക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങളാണ്, നമ്മുടെ എനർജി ഹൈ ആവുന്ന കാര്യങ്ങളാണ്. എക്സസൈസിലൂടെയൊക്കെ ഒരുപാട് സ്ട്രെസ് റിലീഫ് ആവും അല്ലേ? നമ്മൾ കേൾക്കാറുണ്ട്, നമ്മുടെ ഹാപ്പി ഹോർമോൺസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതിലൂടെ നമ്മുടെ എനർജി ഹൈ ആക്കാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ. അതുപോലെ സഫിഷ്യൻറ്റ് സ്ലീപ്പ്, നമ്മൾ നന്നായിട്ട്, നമുക്കൊരു സഫിഷ്യൻറ്റ് ടൈം ഉണ്ട് അല്ലേ, ഇത്ര സമയം ഉറങ്ങണം എന്നുള്ളതുണ്ട്. ഇപ്പോൾ പലർക്കും കിട്ടാത്ത കാര്യവും അതാണ്. ഇതൊക്കെ സെൽഫ് ലവിൻ്റെ ഭാഗമാണ്. നമ്മൾ കെയർ ചെയ്യുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കുഞ്ഞിനെ പോലെ, ഒരു കുഞ്ഞിനെ നമ്മൾ എങ്ങനെയാണ് കെയർ ചെയ്യുന്നത്, ആ ഒരു കുഞ്ഞിന് ഹെൽത്തി ഫുഡേ നമ്മൾ കൊടുക്കുള്ളൂ. അവരെ എന്താണ് എപ്പോഴും ഹാപ്പിയാക്കി നിർത്തും, മാക്സിമം അവരെ എപ്പോഴും ഹാപ്പി ആക്കിയിട്ട് നിർത്തും. അതുപോലെ അവരുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും, ഇറ്റ്സ് ഓക്കെ പറഞ്ഞത് അക്സെപ്റ്റ് ചെയ്യാണ് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ അവരുടെ ഭാഗത്ത് മിസ്റ്റേക്സ് വരുമ്പോൾ അക്സെപ്റ്റ് ചെയ്യുന്നതോടൊപ്പം അത് തിരുത്തി കൊടുക്കും. ഇറ്റ്സ് ഓക്കെ, ഇത് നെക്സ്റ്റ് ടൈം ചെയ്യുമ്പോൾ അത് ക്ലിയർ ആയിട്ട് ചെയ്യുക എന്നുള്ള, അങ്ങനെ കമ്പാഷനേറ്റ് ആയിട്ടായിരിക്കും നമ്മൾ അവരോട് പെരുമാറുന്നത്. അതുപോലെ അവരെ ഹെൽത്തി ആയിട്ട് ഫുഡ് കൊടുക്കുക, അതുപോലെ എക്സസൈസ് ചെയ്യിപ്പിക്കുക, അതിൻ്റെയൊക്കെ അവയർനെസ് അവർക്ക് കൊടുക്കുക. അതുപോലെ ഒരുപാട് സമയം സോഷ്യൽ മീഡിയയിലൊന്നും സ്പെൻഡ് ചെയ്യാൻ സമ്മതിക്കാതിരിക്കുക. ഇതുപോലെ തന്നെ നമ്മൾ നമ്മെ ടേക്ക് കെയർ ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ നെഗറ്റീവായിട്ടുള്ള വേർഡ്സും തോട്ട്സും ഒന്നും ഉണ്ടാവാതെ, തെറ്റുകളിലേക്ക് പോവാതെ നമ്മൾ നമ്മെ കെയർ ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ട് സെൽഫ് ലവ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. സെക്കൻഡ് വൺ ആയിട്ട് നമ്മൾ നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യേണ്ട, നമ്മുടെ എനർജി ഹൈ ആക്കാനായിട്ട് നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യേണ്ട കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ്. ഗ്രാറ്റിറ്റ്യൂഡ് മീൻസ് ഗ്രേറ്റ്ഫുൾ ആവുക എന്നുള്ളത്, നന്ദിയുള്ളവരാവുക എന്നുള്ളത് നമ്മുടെ സെക്കൻഡായിട്ട് നമ്മുടെ എനർജി ഹൈ ആക്കാനുള്ള കാര്യമാണ്. ഓക്കെ. ഓക്കെ. അപ്പോൾ ഈ ഗ്രാറ്റിറ്റ്യൂഡിന്റെ കേസിൽ വരുമ്പോൾ നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് ദൈവം തന്നിട്ടുണ്ട് അല്ലേ? ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്കുണ്ട്, കോടാനുകോടി അനുഗ്രഹങ്ങൾ നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. ഈ അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാണോ? അപ്പോൾ ഇന്നത്തെ മെഡിറ്റേഷൻ ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷൻ ആയിരുന്നു അല്ലേ? അപ്പോൾ നമ്മൾ പ്രതിസന്ധിയിലൂടെ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് എന്താണ്? ആ ഒരു പ്രശ്നങ്ങളിലേക്കും ആ ഒരു ബുദ്ധിമുട്ടുകളിലേക്കും ഒക്കെയാണ് അല്ലേ? അപ്പോൾ എന്താ നമ്മുടെ എനർജി എന്താവും? ഹൈ ആവോ ലോ ആവോ? എന്താ സംഭവിക്കുക?
നിങ്ങൾ പ്രതിസന്ധികളിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ, നിങ്ങൾ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് നിങ്ങൾ പ്രശ്നങ്ങളിലേക്ക് തന്നെ ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ എനർജി എന്താവും? ലോ ആവാണ് ചെയ്യാറുള്ളത്. ഓക്കെ, ലോ ആവുകയാണ് ചെയ്യാറുള്ളത് അല്ലേ? അപ്പം നമ്മുടെ എനർജി ലോ ആവുമ്പോൾ നമ്മുടെ ഗോൾസ് നമ്മളിലേക്ക് നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കില്ല അല്ലേ? ശരിയല്ലേ? അപ്പോൾ നമ്മുടെ എനർജി ഹൈ ആക്കി നിർത്താനായിട്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ലൈഫിൽ ലഭിച്ചിട്ടുള്ള ഒരുപാട് ബ്ലെസ്സിങ്സ് ഉണ്ട്. ആ ബ്ലെസ്സിങ്സിനെ നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മൾ എപ്പോഴും നന്ദിയുള്ളവരായിരിക്കുക എന്നുള്ളതാണ്. ഏതൊരു സമയത്തും നമുക്ക് മൈൻഡ്ഫുൾ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ, അതുപോലെ നമ്മുടെ പോസിറ്റീവ് തോട്ട്സിലേക്ക് നമ്മുടെ ആ ഒരു ചേഞ്ച് ചെയ്യാൻ, അപ്ലിഫ്റ്റ് ചെയ്യാൻ. ചില ആളുകൾ എപ്പോഴും നെഗറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുക, ഓവർ തിങ്കിങ്, ഇതൊക്കെ അവരുടെ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ നമ്മൾ അതിലേക്ക് ഫോക്കസ് ചെയ്യുന്നതിന് പകരം നമ്മുടെ ബ്ലെസ്സിങ്സിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും? നമുക്ക് എപ്പോഴും ഹൈ എനർജി ഫ്രീക്വൻസിയിൽ നിൽക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഡേയിൽ നമ്മൾ മോർണിംഗിൽ എണീക്കുന്ന സമയത്ത് തന്നെ ബെഡിലിരുന്നു കൊണ്ട് നമ്മുടെ ബ്ലെസ്സിങ്സിലേക്ക് നമ്മൾ ശ്രദ്ധിച്ച്, അപ്പോൾ നമുക്കത്രയും ഒരുപാട് ബ്ലെസ്സിങ്സ് ഉണ്ടല്ലേ. നമ്മുടെ ലൈഫ് അങ്ങ് എടുത്തു നോക്കിയാൽ ബ്ലെസ്സിങ്സ് മാത്രമേ ഉള്ളൂ. നമ്മുടെ ബോഡി, അതെ, കിട്ടിയതിൽ സന്തോഷിക്കാതെ കിട്ടാനുള്ളതിനെ കുറിച്ച് ആകുലപ്പെടും. അങ്ങനെ ആകുലപ്പെടുന്ന സമയത്ത് എന്താണ് റിയലി നമുക്ക് സംഭവിക്കുക? നമ്മുടെ എനർജി ഡൗൺ ആവും, നമുക്ക് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലെ? എപ്പോഴും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമുക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, ഒരു 1 മിനിറ്റ്. ഓക്കെ, നമ്മുടെ ബ്ലെസ്സിങ്സിലൂടെ നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് നമുക്കുള്ളത്? നമ്മുടെ ശരീരം തന്നെ നോക്കുകയാണെങ്കിൽ നമ്മൾ വളരെ ബ്ലെസ്ഡ് ആണ് അല്ലേ? നമുക്ക് കാഴ്ചയുണ്ട്, നമുക്ക് കേൾവി ശക്തിയുണ്ട്, നമുക്ക് ശ്വസിക്കാൻ പറ്റുന്നുണ്ട്, നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ട്, കഴിക്കാൻ ഭക്ഷണമുണ്ട്. ഇങ്ങനെ ഒരുപാട് ബ്ലെസ്സിങ്സ് നമ്മുടെ ലൈഫിലുണ്ട്. ഇതിനെക്കുറിച്ചൊന്നും നമ്മൾ ബോധേഡല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മളൊരു പ്രശ്നം വരുന്ന സമയത്ത് ആ പ്രശ്നത്തിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മുടെ ചിന്ത എന്തായിരിക്കും? നമ്മുടെ തോട്ട്സ് എല്ലാം ആ പ്രശ്നങ്ങൾ, ആ ഒരു നെഗറ്റീവായിട്ടുള്ള ആ ഒരു തലത്തിലായിരിക്കും, ഒരു ലോ എനർജിയിലായിരിക്കും നമ്മൾ ഉണ്ടായിരിക്കുക. അപ്പോൾ വീണ്ടും നമ്മുടെ തോട്ട്സിൻ്റെ പ്രത്യേകത എന്താ? നമ്മുടെ മനസ്സിൽ എന്താണോ ഉള്ളത്, തോട്ട്സിനൊക്കെ എനർജി ഫ്രീക്വൻസി ഉണ്ട്. അപ്പോൾ നമ്മുടെ തോട്ട്സിൽ എന്താണോ ഉള്ളത് അത് നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രോബ്ലം. അപ്പോൾ വീണ്ടും നമ്മൾ എന്താ ചെയ്യുക? നമ്മളവിടെ ഒരു എന്താ പറയുക, ചൂഷണം ചെയ്യപ്പെടാന്ന് പറയുന്ന പോലെ വേദനയുള്ളവർക്ക് വേദനയിൽ നിൽക്കുന്നവർക്ക് വീണ്ടും വേദനയാണ് വരുന്നത്. അപ്പോൾ നമ്മളത് തിരിച്ചറിയണം. എന്താണ് ഇതിൻ്റെ റിയാലിറ്റി? എന്താണ്? നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്? പ്രതിസന്ധികൾ വരുമ്പോഴും നമ്മൾ എന്ത് ചെയ്യുക? അതിനവിടെ മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്യുക? നമ്മൾ നമ്മുടെ ബ്ലെസ്സിങ്സിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ അതവിടെ ക്ലിയർ ആവുകയും ചെയ്യും. കൂടുതൽ ബ്ലെസ്സിങ്സ് നമ്മുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുകയും ചെയ്യും. നമുക്ക് ഓവർ തിങ്ക് ചെയ്യാതെയും അതുപോലെ പോസിറ്റീവായിട്ട് ആ ഒരു മൈൻഡ് സെറ്റോട് കൂടിയിട്ട് മുന്നോട്ട് പോകാനും ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് വളരെ ഹെൽപ്ഫുൾ ആണ്. ഇത് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ മോർണിംഗിൽ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നത് ആ ഒരു ഡേയെ തന്നെ വളരെ പ്രൊഡക്റ്റീവായിട്ടും എനർജറ്റിക് ആയിട്ടും തുടങ്ങാനും ആ ഒരു ഹോൾ ഡേ നമുക്ക് വളരെ എനർജറ്റിക് ആയിട്ട് കൊണ്ടുപോകാനും ഹെൽപ്ഫുള്ളാണ്. മോർണിംഗിൽ ഇപ്പം ബെഡിൽ എഴുന്നേൽക്കുന്ന സമയത്ത് തന്നെ നമ്മൾ കണ്ണടച്ചൊരു 5 മിനിറ്റ്സ് അവിടെ ഇരുന്നിട്ട് ചെസ്റ്റിൽ കൈവച്ചിട്ട് കണ്ണടച്ച് നമ്മളൊന്ന് ചിന്തിക്കുക. ഇപ്പം എനിക്ക് കിടക്കാൻ ബെഡുണ്ട്, പേടിക്കാതെ കിടന്നുറങ്ങാൻ പറ്റിയിട്ടുണ്ട്, ഇത്രയും നല്ലൊരു സാഹചര്യം എനിക്ക് എൻ്റെ വീട്ടിലുണ്ട് അല്ലേ? അതുപോലെ എനിക്ക് ധരിക്കാൻ വസ്ത്രമുണ്ട്. ഇങ്ങനെ വന്നിട്ട് നമുക്ക് വാഷ്റൂമിൽ പോകാൻ വാഷ്റൂം ഉണ്ട് അല്ലേ? ടോയ്ലറ്റ് ഉണ്ട്. ഇതെല്ലാം നമ്മുടെ ബ്ലെസ്സിങ്സ് ആണ്. ആ ടോയ്ലറ്റിലേക്ക് തനിയെ പോവാൻ പറ്റുന്നുണ്ട് അല്ലേ? എല്ലാവർക്കും പോകാൻ പറ്റുന്നുണ്ടോ? ഇല്ല. തനിയെ പോവാൻ സാധിക്കുന്നുണ്ട്. കഴിക്കാൻ ഭക്ഷണമുണ്ട്. തണുത്ത വെള്ളം വേണമെങ്കിൽ തണുത്ത വെള്ളം അവൈലബിൾ ആണ്. ഹോട്ട് വാട്ടർ വേണമെങ്കിൽ അത് അവൈലബിൾ ആണ്. എല്ലാം
നമ്മൾ നമ്മുടെ ബ്ലെസ്സിങ്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് പ്രശ്നമേ അല്ല. അതിലൂടെ നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനുള്ള എനർജി കൂടെ നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിട്ട് നമ്മൾ മാറാം. ഓരോ ശ്വാസത്തിലും നമ്മൾ ബ്ലെസ്ഡ് ഫീലിംഗ് അനുഭവിക്കുക. ഈ ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് ജേർണലിംഗ് ചെയ്യാം. പലരും ചെയ്യുന്നുണ്ടാവും അല്ലേ? നമുക്ക് ഡെയിലി നമുക്കൊരു ജേർണൽ കീപ്പ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ആ ഒരു ജേർണലിൽ ബുക്കിൽ എന്ത് ചെയ്യുക, എഴുതി വെക്കുക. നമ്മുടെ ഡെയിലി ഒരു 10 ബ്ലെസ്സിങ്സ് എങ്കിലും നമ്മൾ എഴുതിയിട്ട് പ്രപഞ്ചശക്തിയോട് നന്ദി പറയുക. അതുപോലെ നമ്മുടെ ചുറ്റിലുള്ളവരോടും. നമ്മൾ തനിയെ ജീവിക്കുന്നവരല്ല അല്ലെ, ഒരുപാട് പേരുടെ ഹെൽപ്പ് കൊണ്ടാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. നമ്മുടെ വീട്ടിൽ തന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ പാരൻസ് നമ്മൾ അത്രയും ടേക്ക് കെയർ ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഫുഡ് കാര്യങ്ങൾ എല്ലാം റെഡിയാക്കി തരുന്നത്, അതുപോലെ ഫുഡിന് വേണ്ട കാര്യങ്ങൾ കൊണ്ടുതരുന്നത് ഒക്കെ മറ്റുള്ളവരാണ്. നമ്മൾ മാത്രമായിട്ടല്ല ജീവിക്കുന്നത്. അപ്പോൾ ആ ഒരു സന്തോഷവും ആ ഒരു നന്ദിയും നമ്മൾ മറ്റുള്ളവരോടും പ്രകടിപ്പിക്കുക. അതിലൂടെ ബന്ധങ്ങളും എന്താവും, ഊഷ്മളമായിട്ട് പോകുന്നതാണ്. ഇപ്പം ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിൽ ഹസ്ബൻഡ് ചെയ്തു തരുന്ന കാര്യങ്ങൾക്കെല്ലാം വൈഫ് ആ ഒരു താങ്ക്സ് പറയുന്നു, ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കുന്നു. അത് മനസ്സറിഞ്ഞത് കൊടുക്കുമ്പോൾ ആ ഒരു സ്നേഹം നമുക്ക് നന്നായിട്ട് അവിടെ ഫീൽ ചെയ്യാനും ആ ഒരു റിലേഷൻഷിപ്പ് ബെറ്റർ ആയിട്ട് പോകാനും സാധിക്കും. അപ്പോൾ ഈ ഒരു താങ്ക്സ് എന്ന് പറഞ്ഞ വാക്ക് ചെറിയൊരു വാക്കാണ്, പക്ഷെ അത് നമ്മുടെ ലൈഫിൽ അങ്ങ് അപ്ലൈ ചെയ്യുക. അത് പ്രപഞ്ചശക്തിയോടാണെങ്കിലും നമ്മുടെ ചുറ്റിലുള്ളവരോടാണെങ്കിലും നമ്മളെപ്പോഴും അത് പറഞ്ഞുകൊണ്ടിരിക്കുക, അത് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുന്നത് കുറയുകയും നമ്മളെപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുകയും നമ്മുടെ എനർജി ഹൈ ആവുകയും നമ്മുടെ ഗോൾസും കാര്യങ്ങളും നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുകയും ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ ദിവസവും 10 ഗ്രാറ്റിറ്റ്യൂഡെങ്കിലും നിങ്ങൾ ബ്ലെസ്സിങ്സ് എഴുതിയിട്ട് മനസ്സറിഞ്ഞ്, ഇതെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്നും അത് ഫീൽ ചെയ്തുകൊണ്ടാവണം നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ആയിട്ട് വരുന്നത് എന്താണ്? അക്സെപ്റ്റൻസ് ആണ്. നമ്മുടെ എനർജി ഹൈ ആക്കി നിർത്താനുള്ള നെക്സ്റ്റ് ഒരു പോയിന്റ് എന്ന് പറയുന്നത് അക്സെപ്റ്റൻസ് ആണ്. അക്സെപ്റ്റൻസ് എന്ന് പറയുമ്പോൾ അംഗീകരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിത ആ ഒരു അവസ്ഥയുണ്ടല്ലോ, ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെയൊക്കെ ആയിരിക്കും നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാവും. ആ ഒരു പ്രതിസന്ധികളിൽ നമ്മൾ വെറീഡായി നമ്മൾ എനിക്കെന്താ ഇങ്ങനെ, ഞാൻ എന്താ ഇങ്ങനെ, എൻ്റെ ലൈഫ് എന്താ ഇങ്ങനെ പോകുന്നത് എന്നൊക്കെ പറയുന്നതിന് പകരം ആ ഒരു ലൈഫിനെ നമ്മൾ അങ്ങ് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും, ആ ഒരു നെഗറ്റീവ് തോട്ട്സ് അവിടെ, അല്ലെങ്കിൽ ആ ഒരു പ്രതിസന്ധികളെക്കുറിച്ചുള്ള ചിന്തകൾ അവിടെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് സാധിക്കുകയും നമ്മുടെ എനർജി ലോ ആവുന്നത് തടയാനും നമുക്ക് സാധിക്കും. നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ എനർജി ഹൈ ആക്കാനുള്ള ഒരു കാര്യം. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ ഇപ്പം നമ്മുടെ കോഴ്സിലേക്ക് വരുന്ന ആളുകളെയൊക്കെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അവർ ആ ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞ് അല്ലെ, ആ ഒരു കാര്യം അങ്ങ് വലുതായി അപ്പം അത്രയും സ്ട്രെസ്സിലേക്ക് അവർ കടന്നു പോവുകയാണ്. അപ്പം അതിന് പകരമായിട്ട് അതെല്ലാവരും അങ്ങനെയാണ്, ഞാനും നിങ്ങളും എല്ലാവരും അങ്ങനെ തന്നെയാണ്. പക്ഷെ അവിടെ ചെയ്യേണ്ടത് എങ്ങനെയാണ്? നമ്മളത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതങ്ങ് അംഗീകരിക്കുക. ഇറ്റ്സ് ഓക്കെ, എനിക്ക് ആ ഒരു പ്രശ്നമുണ്ട്, എൻ്റെ ലൈഫിൽ ഇത്രയും പ്രശ്നങ്ങളുണ്ട്, ഇറ്റ്സ് ഓക്കെ എന്ന് പറയുമ്പോൾ ആ ഒരു പ്രശ്നത്തെ നമുക്ക് മാനേജ് ചെയ്യാനും ആ ഒരു പ്രശ്നത്തെ അവിടെ നമുക്ക് ഡിറ്റാച്ച് ചെയ്യാനുള്ള ഒരു കാര്യമായിട്ടാണ് അക്സെപ്റ്റൻസ് വരിക. അതുപോലെ നമ്മളെയും നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. ഇല്ലെങ്കിൽ എന്താണെന്നറിയോ സംഭവിക്കുക, നമ്മുടെ എനർജി എല്ലാം നമ്മുടെ അറ്റൻഷൻ എങ്ങോട്ടാണോ പോകുന്നത് അവിടേക്കാണ് നമ്മുടെ എനർജി ഫ്ലോ ചെയ്യുന്നത്. നമ്മുടെ എനർജി ഫ്ലോ ചെയ്യുന്നത് ആ ഒരു നമ്മൾ എങ്ങോട്ടാണോ ചിന്തിക്കുന്നത് അങ്ങോട്ടാണ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് പ്രശ്നങ്ങളിലേക്ക് നമ്മൾ ഇങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് നമ്മുടെ എനർജി ആ ഭാഗത്തേക്കാണ് പോവുക. അപ്പോൾ നമ്മുടെ എനർജി നമ്മൾ ഡൗൺ ആവുകയും നമുക്ക് നമ്മുടെ അല്ലെങ്കിൽ ആ പ്രശ്നം സോൾവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് ചെയ്യാനോ വർക്ക് ചെയ്യാനോ അതിലേക്ക് പോവാനോ നമുക്ക് സാധിക്കില്ല. അതൊരു പ്രശ്നമാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും ഹൈ എനർജിയിൽ നിന്നാലേ നമ്മുടെ കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാനും നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാനും ഹെൽത്തി ആയിട്ടിരിക്കാനൊക്കെ സാധിക്കുകയുള്ളൂ. അപ്പോൾ അക്സെപ്റ്റൻസ് ആണ് നെക്സ്റ്റ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ഫോർഗീവ്നെസ് ആണ്. നെക്സ്റ്റ് നമ്മുടെ ലൈഫിൽ നമ്മൾ എനർജി ഹൈ ആക്കാനായിട്ട് അപ്ലൈ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഫോർഗീവ്നെസ് അല്ലേ? ഇതൊക്കെ നിങ്ങൾ കേൾക്കുന്നതാണ്.
അല്ല, എല്ലാം നമ്മുടെ മോർണിംഗ് ക്ലാസ്സിലൂടെയും ഒക്കെ നിങ്ങൾ കേൾക്കുന്നതാണ്. പക്ഷേ നമ്മുടെ ലൈഫിൽ അത് എത്രത്തോളം നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കാര്യം. ഇതെല്ലാം അപ്ലൈ ചെയ്യുന്നവരുണ്ടോ? എല്ലാ കാര്യങ്ങളും ഡെയിലി അപ്ലൈ ചെയ്യുന്ന ആളുകളുണ്ടോ? ഒന്ന് ടെക്സ്റ്റ് ചെയ്യൂ. സമീറ മാം പറയുന്നു യെസ്. മാം നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്തിട്ടുള്ള ആളാണ്. സുബൈദ മാം പറയുന്നു യെസ്. നസ്രി, ജെറി സർ പറയുന്നു യെസ്. അതെ, നമ്മുടെ ലൈഫ് മാസ്റ്ററി കോഴ്സ് ചെയ്തവരാണ് ഇതിലധിക പേരും യെസ് അറിയിച്ചിട്ടുള്ളത്. അത് നമ്മുടെ EFT ലൈഫ് മാസ്റ്ററി കോഴ്സിലൂടെ ഇവയെല്ലാം നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു രീതിയിലാണ് ഇത് കൊണ്ടുപോകുന്നത്. നമ്മുടെ സെൽഫ് ലവ്, ഗ്രാറ്റിറ്റ്യൂഡ്, അക്സെപ്റ്റൻസ്, ഫോർഗീവ്നെസ് ഇവയെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് നമ്മുടെ ലൈഫിൻ്റെ ഭാഗമാക്കിയിട്ട് മാറ്റാനായിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫോർഗീവ്നെസ്സിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ക്ഷമിക്കുക എന്നുള്ളതാണ്. ക്ഷമിക്കുക, ക്ഷമ ചോദിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ക്ഷമിച്ചു കൊടുക്കുക, ക്ഷമ ചോദിക്കുക എന്നുള്ളതൊക്കെയാണ് ഈ ഒരു ഫോർഗീവ്നെസ്സിൽ വരുന്നത്. അപ്പോൾ പല വ്യക്തികളുമായിട്ട് നമുക്ക് പ്രശ്നങ്ങളുണ്ടാവും, അല്ലേ? നമ്മുടെ ലൈഫ് അത്രയും കണക്റ്റഡ് ആണ്. വ്യക്തികളുമായിട്ട് നമ്മൾ ചെറുപ്പകാലം തൊട്ടേ കണക്റ്റഡ് ആയിട്ട് വരുന്നവരാണ്. നമ്മുടെ വീട്ടിൽ ചൈൽഡ്ഹുഡിലാണെങ്കിൽ പാരൻസ്, സിബ്ലിങ്സ്, അതുപോലെ കസിൻസ്, നെയ്ബേഴ്സ്, അങ്ങനെ ഒരുപാട്, അല്ലെങ്കിൽ ടീച്ചേഴ്സ്, ഫ്രണ്ട്സ്, ഇവരൊക്കെ ആയിട്ട് കണക്റ്റഡ് ആണ്. മുതിർന്നു കഴിഞ്ഞാൽ ഈ ഒരു സമൂഹമായിട്ട് തന്നെ എല്ലാവരുമായിട്ടും കുറച്ചും കൂടെ ബ്രോഡ്ലി നമ്മൾ കണക്റ്റഡ് ആണ് വ്യക്തികളുമായിട്ട്. അപ്പോൾ ഈ ഒരു വ്യക്തികളിൽ നിന്നെല്ലാം നമുക്ക് പല സമയത്തും എന്തുണ്ടാവാറുണ്ട്, വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ വിഷമിപ്പിക്കുന്ന, നമുക്കൊരു നെഗറ്റീവ് ഫീലിംഗ് വരുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്, അല്ലെ? അങ്ങനെയുള്ള ഇൻസിഡൻസ് ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മോശക്കാരല്ല, നമ്മൾ ഒരുപാട് പേരെ വേദനിപ്പിച്ചിട്ടുണ്ടാവും, അല്ലേ? നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് നമ്മൾ ഒരുപാട് പേരെ വേദനയിലൂടെ കടത്തിവിട്ടിട്ടുണ്ടാവും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ്, നമ്മുടെ എനർജി ഡൗൺ ആക്കുന്ന കാര്യങ്ങളാണ്, അല്ലേ? ഒരു എക്സാമ്പിളിലൂടെ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ ഓഫീസിൽ നമ്മുടെ സീനിയർ ആവാം, ഒരു മാനേജർ, അങ്ങനെയുള്ള ഒരാൾ നമ്മൾ നന്നായിട്ട് അങ്ങ് വഴക്ക് പറഞ്ഞു വിചാരിക്കുക. എന്തെങ്കിലും ഒരു കാര്യമുണ്ട്, ആ ഒരു കാരണം കൊണ്ട് നന്നായിട്ട് വഴക്ക് പറഞ്ഞു എന്ന് വിചാരിക്കുക. നമ്മുടെ എനർജി ഡൗൺ ആവുകയാണോ ചെയ്യുക, ഹൈ ആവുകയാണോ ചെയ്യുക? ആ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ടെക്സ്റ്റ് ചെയ്യൂ കേട്ടോ. എനർജി ഡൗൺ ആവും. ഡൗൺ ആവും, യെസ്. സമീറ മാം, ഹൈ അല്ല, ഡൗൺ ആവും, അല്ലേ? നമ്മൾ ഒരുപാട് വിഷമത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ എനർജി ഡൗൺ ആവുകയാണ് ചെയ്യാറുള്ളത്. മാമിന് മിസ്റ്റേക്ക് വന്ന, ടൈപ്പ് ചെയ്തതിൽ മിസ്റ്റേക്ക് വന്നതാവും. ഇറ്റ്സ് ഓക്കെ. അപ്പോൾ നമുക്ക് അപ്പോഴും നമ്മുടെ എനർജി ഡൗൺ ആയില്ലേ? അപ്പോൾ എന്താ സംഭവിക്കുക, നമ്മുടെ ഗോൾസുമായിട്ടുള്ള ആ ഒരു എനർജി മാച്ച് ആവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഈ ഒരു നമ്മുടെ ഈ ഒരു ഇമോഷൻ, ഈ ഒരു നെഗറ്റീവ് ഇമോഷൻ നമ്മുടെ ഉള്ളിൽ നിന്നും റിമൂവ് ചെയ്യണം നമുക്ക്, അല്ലെ? ആ ഒരു വേദന, അവർ നമ്മളെ വേദനിപ്പിച്ച സമയത്ത് നമുക്ക് ഉണ്ടായിട്ടുള്ള ഒരു ഇമോഷൻ, വെറുപ്പാവാം, സങ്കടമാവാം, അല്ലേ? അങ്ങനെ നമ്മുടെ ആ ഒരു നെഗറ്റീവ് ഇമോഷൻ നമുക്ക് സംഭവിച്ചു. ഈ ഒരു നെഗറ്റീവ് ഇമോഷൻ നമുക്ക് എന്ത് ചെയ്യണം, ഒഴിവാക്കണം. നമ്മുടെ ബോഡിയിൽ നിന്ന് ഒഴിവാക്കാനായിട്ടുള്ള പ്രാക്ടീസാണ് ഫോർഗീവ്നെസ്. മീൻസ് അവർക്ക് ക്ഷമിച്ചു കൊടുക്കുക, അവർക്ക് പുറത്തു കൊടുക്കുക. നമ്മൾ അവിടെ ചെയ്യുന്നത് അവരെ സ്നേഹിക്കുകയോ അവരെ ടേക്ക് കെയർ ചെയ്യുകയോ അവരെ റെസ്പെക്ട് ചെയ്യുകയോ ഒന്നല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ആരെയാണ് റെസ്പെക്ട് ചെയ്യുന്നത്? നമ്മയാണ് റെസ്പെക്ട് ചെയ്യുന്നത്. നമ്മുടെ എനർജി ഹൈ ആക്കാനാണ്, നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാനാണ്, നമ്മുടെ ലൈഫിൽ സക്സസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫോർഗീവ് ചെയ്ത് കൊടുക്കുന്നത്. ഫോർഗീവ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് ആ ഒരു പ്രശ്നം അവിടെ ആ ഒരു ഇമോഷൻ നമ്മളിൽ നിന്നും കട്ടാവുന്നത്. നമ്മൾ കട്ടാവുമ്പോഴാണ് നമ്മുടെ എനർജി ഹൈ ആവുന്നത്. അപ്പോൾ ചില ആളുകൾക്കൊക്കെ ഫോർഗീവ്നെസ്, എനർജി ഡൗൺ ആവുമ്പോൾ പ്രഷർ കൂടുമോ? യെസ്. എനർജി ഡൗൺ ആകുമ്പോഴത്തെ നമുക്ക് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ്, അല്ലേ, നമുക്ക് BP കാര്യങ്ങളൊക്കെ ചേഞ്ച് ആവുന്നത്, നോർമൽ അല്ലാതെ വരുന്നത്. അപ്പോൾ ആ എനർജി ഡൗൺ ആയതുകൊണ്ടാണത്. ഓക്കെ, അപ്പോൾ പറഞ്ഞു വന്നത് ഫോർഗീവ്നെസ് ചില ആളുകൾക്കൊക്കെ ബുദ്ധിമുട്ടാണ്, അല്ലേ? നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ്. ഫോർഗീവ്നെസ് എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുക, നോർമലി ഈ ഒരു അവയർനെസ് ഒന്നും ഇല്ലാത്ത ഒരാൾ ചിന്തിക്കുക എന്താണ്, അവരെന്നെ വേദനിപ്പിച്ചിട്ട് ഞാൻ അവരോട് അവർക്ക് ഞാൻ ക്ഷമിച്ചു കൊടുക്കുകയോ, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല,
അല്ലെ? അങ്ങനെയല്ലേ പറയാറുള്ളത്? അവരിങ്ങോട്ട് വന്ന് ക്ഷമ ചോദിക്കുകയാണ് വേണ്ടത്. എനിക്ക് ക്ഷമിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയും. പക്ഷേ ഇവർക്ക് വേണ്ടിയിട്ടാണ്, ഈ ആരാണോ വേദനിക്കപ്പെട്ടത് അവർക്ക് വേണ്ടിയിട്ടാണ്, അവർക്കുടെ സമാധാനത്തിന് വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിൽ എന്താണ്, ആ ഒരു വേദനയും പകയും നമ്മുടെ മനസ്സിൽ എന്നും ഉണ്ടാവും. പിന്നെ നമ്മുടെ അറ്റൻഷൻ എങ്ങോട്ടാ പോവാ? അവർക്കൊരു പണി കൊടുക്കണം, അവരെ ഒന്ന് ചീറ്റ് ചെയ്യണം. ഇങ്ങനെയുള്ള ചിന്തകളാവുമ്പോൾ നമുക്ക് നമ്മുടെ സക്സസ്സിലേക്കോ നമ്മുടെ ആ ഒരു വർക്കിലേക്കോ കരിയറിലേക്കോ ഒന്നും ഫോക്കസ് ചെയ്യാൻ കഴിയില്ല. നമ്മുടെ എനർജി മൊത്തം ഫ്ലോ ചെയ്യും എങ്ങോട്ട്? ഈ ഒരു പ്രശ്നങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യും. മാം, ഒരു സംശയം. ഉം. ഇത് ഇങ്ങനെ ഫോർഗീവ്നെസ് എന്ന് പറയുമ്പോഴേ ഒരു നമ്മളെ സീനിയർ നമ്മള് തെറ്റ് ചെയ്ത് നമ്മള് വഴക്ക് എന്താണ് പറയുമ്പോ, നമ്മൾ തെറ്റ് ചെയ്തിട്ട് നമ്മളെ വഴക്ക് പറയുമ്പോഴേ മാം സീനിയർ ചോദിച്ചോളൂ? അപ്പൊ കേൾക്കുന്നുണ്ടോ മാം? നമ്മുടെ തെറ്റ് ഓക്കെ, നെറ്റ്വർക്ക് ഇഷ്യൂ ആവാം. അപ്പോൾ നമ്മുടെ എനർജി ആ രീതിയിലേക്കാണ് ഫ്ലോ ചെയ്യുക. അപ്പോൾ നമ്മൾ എന്തായിരിക്കും? നമ്മൾ ഡൗൺ ആയിരിക്കും, നമ്മുടെ എനർജി അവിടെ പാഴായി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നിന്നൊക്കെ മാറി നമുക്ക് എന്താ വേണ്ടത്? നമ്മുടെ ലൈഫ്, നമുക്ക് ഹാപ്പിനെസ്, നമ്മുടെ ലൈഫിലേക്കുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ളതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അവിടെ നമ്മൾ പൂർണ്ണമായിട്ടും ഫോർഗീവ് ചെയ്ത് കൊടുത്ത് അതവിടെ കട്ട് ചെയ്യാം. നമുക്കതിനൊന്നും ടൈമില്ല. നമുക്ക് എന്താണ്, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനുണ്ട്. ഈ പ്രശ്നങ്ങളിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ ഫോക്കസ് ചെയ്ത് നമ്മുടെ ലൈഫ് ഇങ്ങനെ ബുദ്ധിമുട്ടായി പ്രതിസന്ധികളിലൂടെ കടന്നു പോയിട്ട് നമ്മൾ പോകുന്ന സമയത്ത് ആർക്കാ നഷ്ടം? നമുക്ക് തന്നെയാണ് നഷ്ടം. പിന്നെ അത് മാത്രമല്ല, ഈ ഫോർഗീവ്നെസ് ചെയ്യാതെ നമ്മൾ പിടിച്ചു വെച്ച് നമ്മുടെ ആ ഒരു ഇമോഷൻസ് നമ്മുടെ ബോഡിയിൽ കിടന്ന് നമ്മൾക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് വരാൻ കാരണമാണ്. ക്യാൻസറിന് കാര്യങ്ങൾ പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ വരുന്നത് ഫോർഗീവ്നെസ്സിന് കാരണമായിട്ടുള്ള നമ്മുടെ ലൈഫിലുണ്ടായിട്ടുള്ള വേദനിപ്പിക്കുന്ന അനുഭവങ്ങളാണ് പല മാരക രോഗങ്ങൾക്കും കാരണമായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫോർഗീവ് ചെയ്ത് കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ബെറ്റർ ലൈഫിന് വേണ്ടിയിട്ടാണ്, നമ്മുടെ സന്തോഷത്തിനും സമാധാനത്തിനും നമ്മുടെ ഹെൽത്തിന് അതുപോലെ തന്നെ വെൽത്തിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ എനർജി ഹൈ ആക്കണം. നമ്മുടെ മണി കാര്യം, ആ ഒരു മണിക്കുള്ള എനർജി എന്ന് പറയുന്നത്, വെൽത്തിനുള്ള എനർജി എന്ന് പറയുന്നത് ഹൈ എനർജിയാണ്. ആ ഹൈ എനർജിയിലേക്ക് നമ്മൾ എത്തണം, എങ്കിലേ നമ്മളിലേക്ക് ആ ഒരു മണി ഫ്ലോ ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, ആ മണി ഫ്ലോ നമ്മളിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഫോർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യണം. ഫോർഗീവ്നെസ് പ്രതികരിക്കാത്തവർ ആണത്തുമില്ലാത്തവനാ, നാട്ടുന്യായം അതാണെന്ന്. അതെ, നാട്ടുന്യായം അതാണ്. പക്ഷേ നിങ്ങൾ ഇപ്പോൾ ഞാൻ പറഞ്ഞത് കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ശരിയായ ന്യായം എന്നുള്ളത്, അല്ലെ? യഥാർത്ഥ ന്യായം എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. അതൊക്കെ പല തെറ്റിദ്ധാരണകളാണ്. അവിടെ റിയാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ സക്സസ്സിലേക്ക് നമ്മൾ പോകും. നമ്മുടെ ഹെൽത്തിലായാലും വെൽത്തിലായാലും റിലേഷൻഷിപ്പിലായാലും നമുക്ക് എല്ലാവർക്കും വേണ്ടത് എന്താണ്? ഹാപ്പിനെസ് ആണ്. എൻ്റെ പ്രവൃത്തി തെറ്റ് കണ്ട് വഴക്ക് പറഞ്ഞാൽ അവിടെ എങ്ങനെ ക്ഷമിച്ചു എന്ന് പറയൂ, എന്നാൽ കൂടുതൽ വഴക്ക് പറയില്ലേ? അവരോട് പോയിട്ട് ക്ഷമിച്ചു എന്ന് പറയേണ്ടതില്ല. എൻ്റെ പ്രവൃത്തിയിൽ തെറ്റ് കണ്ട് വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആ തെറ്റ് തിരുത്തുക എന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ടത്. എപ്പോഴും ഒരാളുടെ അടുത്ത് നിന്ന് നമുക്ക് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് വഴക്കൊക്കെ കിട്ടുമ്പോൾ നമ്മളൊന്ന് സെൽഫായിട്ടൊന്ന് നോക്കുക, എന്താണ് ഞാൻ ചെയ്ത കാര്യങ്ങളിൽ തെറ്റുണ്ടോ? അങ്ങനെയാണെങ്കിൽ തെറ്റുണ്ടെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? അതവിടെ നമ്മൾ തിരുത്താൻ തയ്യാറാവുക. അതോടൊപ്പം നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ഇമോഷൻ ഉണ്ട്, അവർ വഴക്ക് പറഞ്ഞപ്പോൾ നമുക്കുണ്ടായിട്ടുള്ള ഒരു ഇമോഷൻ, സങ്കടമാവാം, അല്ലേ? ആ ഒരു ഇമോഷൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മനസ്സിൽ നിന്നും അത് ഫോർഗീവ് ചെയ്ത് കൊടുക്കുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒഴിവാക്കാനായിട്ട് സാധിക്കും. ആ ഒരു ഇമോഷൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ എനർജി ഡൗൺ ആവും. ശരിയല്ലേ? നമ്മളിപ്പോൾ എൻ്റെ ടീച്ചർ വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ ഹൈ എനർജറ്റിക് ആയിട്ട് എനിക്ക് നിൽക്കാൻ പറ്റുമോ? ഇല്ല. എനിക്ക് ആ സങ്കടമൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാനങ്ങ് എന്തായിപ്പോവും? എനിക്ക് ഞാനൊന്നും മിണ്ടില്ല, കരച്ചിൽ വരും, അല്ലേ? ആ ഒരു കുഞ്ഞായിരിക്കുന്ന സമയത്തൊക്കെ ആ രീതിയിലല്ലേ വരാം. അതുപോലെ തന്നെയാണ് ഈ ഒരു നെഗറ്റീവ് ഇമോഷനെ നമ്മുടെ ബോഡിയിൽ നിന്നും നമ്മുടെ മനസ്സിൽ നിന്നും നമ്മൾ റിമൂവ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെയാണ് ആസ്ക് ഫോർഗിവ്നെസ്, നമ്മൾ ക്ഷമ ചോദിക്കുക എന്നുള്ളതും. ഇതൊന്നും നമ്മൾ ഡയറക്റ്റ് പോയിട്ട് നമ്മൾ ചോദിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഇവിടെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്താൽ തന്നെ അതവിടെ വർക്ക് ആവും. നമ്മുടെ കോഴ്സിൽ ഒരുപാട് എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ഈ ഇപ്പം മിനിഞ്ഞാത്ത സെഷനിൽ ഉണ്ടായിരുന്നു EFT ടാപ്പിംഗ്, അല്ലേ? നമ്മൾ
EFT, ഇമോഷണൽ ഫ്രീഡം ടെക്നിക്ക്. ഈ ഒരു ടെക്നിക്ക് വെച്ചിട്ട് നമുക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് ടാപ്പ് ചെയ്തുകൊണ്ട് നമ്മുടെ ഇമോഷൻസ് കട്ട് ചെയ്യാനും നമുക്ക് ആ ഒരു ഫൊഗീവ്നെസ് കൊടുക്കാനൊക്കെ നമുക്ക് സാധിക്കും. മാത്രമല്ല അവരിൽ പോസിറ്റീവ് ചേഞ്ചസ് ഉണ്ടാക്കാനും നമുക്ക് സാധിക്കും. നമ്മുടെ കോഴ്സിൽ ഒരുപാട് പേര് റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഒക്കെ ഉള്ളവര് ഫൊഗീവ്നെസ് പ്രാക്ടീസ് ഇപ്പം പാർട്ട്ണറിൽ ഒരാൾ ചെയ്ത് കഴിഞ്ഞാലും മറ്റൊരു വ്യക്തിയിൽ അതെന്ത് ചെയ്യും, ഇമ്പാക്റ്റ് ഉണ്ടാക്കാറുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട് പോസിറ്റീവായിട്ട്. വർഷങ്ങളായിട്ട് മിണ്ടാതെ ആ ഒരു കണക്ഷൻ ഇല്ലാത്ത വ്യക്തികൾ ഫൊഗീവ്നെസ് പ്രാക്ടീസ് ചെയ്തതിലൂടെ ആ ഒരു കണക്ഷനിലേക്ക് അവരെ ഇങ്ങോട്ട് തിരിച്ചു വരുന്ന സംഭവങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട്. ഇതൊക്കെയാണ് റിയാലിറ്റി. നമ്മൾ നമ്മുടെ സമൂഹത്തിൽ നിന്നൊന്നും പഠിച്ചു വെച്ചതല്ല. അപ്പൊ മതങ്ങളിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ മതങ്ങളിലെല്ലാം പറയുന്നുണ്ട് അല്ലെ, നിങ്ങൾ പുറത്തു കൊടുക്കണം, നിങ്ങൾ മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യരുത്, മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയരുത്. ഇവയൊക്കെ ആർക്ക് വേണ്ടിയിട്ടാ പറഞ്ഞു തന്നത്? എല്ലാ മതങ്ങളിലും പറയുന്നുണ്ട്. യെസ്, ചോദിച്ചോളൂ. അതായത് ആങ്സൈറ്റി ഇതിലൂടെ മാറ്റാൻ പറ്റുമോ? ആങ്സൈറ്റി ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ആങ്സൈറ്റി കാര്യങ്ങളെല്ലാം നമ്മൾ പാസ്റ്റിൽ അനുഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങളുടെ കുറച്ച് കാലങ്ങളായിട്ട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നില്ലേ മാം? ഇല്ല, ഞാനിപ്പോ ഈ 10 ദിവസമായിട്ടുള്ളൂ എനിക്ക് ഈ ബുദ്ധിമുട്ട്. ഒരു 5-6 മാസമായിട്ട് കുറച്ച് ബുദ്ധിമുട്ട്. ഒരു യാത്ര പോയതാണ് കാരണം. ഒരു വിദേശ രാജ്യത്തേക്ക് വിസയ്ക്ക് വേണ്ടിയിട്ട് കുട്ടികളുടെ കാര്യത്തിന് വേണ്ടി പോയതാണ്. അപ്പൊ അവിടെ കുറച്ച് ക്ലൗഡി ആയിട്ടുള്ള അന്തരീക്ഷമായിരുന്നു. എന്നുവെച്ചാൽ സ്നോ പെയ്യുന്ന സമയമായിരുന്നു. അപ്പൊ അവര് വീട്ടിൽ ഒരു ജോലി ഇല്ല, വെറുതെ ഭക്ഷണം കഴിക്കുക ഇരിക്കുക. അങ്ങനെ നമ്മളാണെങ്കിൽ ഇവിടെ നാട്ടിലിങ്ങനെ പാറി പറന്ന് നടന്ന എല്ലാ ജോലികളും ചെയ്തിരുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അത് അങ്ങനെ അടഞ്ഞുകൂടി ഇരുന്നതിന്റെ ഒരു ഡിപ്രഷൻ, ഒരു സുഖക്കുറവ് അവിടുന്ന് എനിക്ക് ഫീൽ ചെയ്തിരുന്നു. പിന്നെ അത് ഓവർകം ചെയ്ത് ഞാൻ അവിടുന്ന് കുഴപ്പമില്ലാതെ ഇങ്ങോട്ട് വന്നു. ഇവിടെ വന്നപ്പോ എനിക്കിപ്പോ എന്താ വെച്ചാൽ എന്റെ മോളിനിപ്പോ അങ്ങോട്ട് പോകും. ഹസ്ബൻഡ് അവിടെ വിസ കിട്ടിയ കാരണം അവിടെ നിന്നു. പിന്നെ മോനും ചിലപ്പോ പോവാൻ സാധ്യതയുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ എനിക്കാണെങ്കിൽ പ്രായമുള്ള അച്ഛനും അമ്മയുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടിയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ആങ്സൈറ്റി പോലെ വരിക. എന്ന് വെച്ചാല് അവരൊക്കെ അങ്ങോട്ട് പോവും, അപ്പൊ ഞാൻ ഇവിടെ ഒറ്റപ്പെടുവോ. പിന്നെ എനിക്കിപ്പോ അങ്ങോട്ട് പോവാം, ഒരു തടസ്സമില്ല. പക്ഷെ അച്ഛനും അമ്മയും ആര് നോക്കും? അതൊക്കെ കൂടിയിട്ട് അതിന്റെ ഇടയിൽ കിടന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിക്കുക. കുറച്ച് തീരുമാനം എടുക്കാൻ പറ്റാതെ. ഇതെന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ എത്ര പീരീഡ് അങ്ങനെ നിന്നു? അങ്ങനെ ഒരു 6 മാസം നിന്നു. ആ ഒരു സമയത്ത് നിങ്ങൾ വല്ലാത്ത ഒരു ലോൺലിനെസ് അനുഭവിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ട്രോമയായിട്ട് നിങ്ങളെ ബാധിച്ചിട്ടുണ്ട്. അതാണ് ഇതിന് കാരണം. അത് നിങ്ങൾ ഹീൽ ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒരു ലോൺലിനെസ് അല്ലെങ്കിൽ ഈ ഒരു ആങ്സൈറ്റി നിങ്ങളെ ബാധിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ അനുഭവിച്ച് ഇപ്പൊ നിങ്ങൾക്ക് പേടിയുണ്ട്, നിങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്നുള്ള പേടി നിങ്ങൾക്കുണ്ട് അല്ലെ? അങ്ങോട്ട് പോവാൻ പോലും ഇപ്പൊ ഹസ്ബൻഡ് ഇങ്ങോട്ട് എനിക്ക് വേണ്ടിയിട്ട് അത് അവിടെ കട്ട് ചെയ്ത് ആള് മൂപ്പര് ഇങ്ങോട്ട് വരും, വരാതിരിക്കില്ല. പക്ഷെ ആളിപ്പോ നമ്മള് നാട്ടിലെ ജോലിയൊക്കെ കട്ട് ചെയ്തിട്ടാണ് അങ്ങോട്ട് പോയിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു പ്രശ്നം ഇപ്പൊ എനിക്ക് ഇങ്ങനെ വരുന്ന അറിയില്ലല്ലോ. അപ്പൊ അത് ഒരു കുറച്ചു നാള് നിന്ന് കഴിഞ്ഞാൽ ഞാനും ഹസ്ബൻഡിനും അവിടെ നിക്കണം എന്നില്ല. ഇവിടെ നാട്ടിൽ തന്നെയാണ് ഇഷ്ടം മൂപ്പർക്ക്. അപ്പൊ ഇവിടെ സെറ്റ് ആവും. പക്ഷെ കുട്ടികൾ പറയണത് അവിടെ സെറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ തനിച്ചാവുമ്പോ അവർക്ക് അതൊരു സുഖമില്ല. നല്ല മക്കളാ, അവര് സ്നേഹമുള്ള കുട്ടികളാ. അപ്പൊ അവര് അങ്ങോട്ട് പോയി കഴിഞ്ഞാല് നിങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിലും ഇടയ്ക്ക് കൊണ്ടുപോകണം. വയസ്സാവുമ്പോ അവിടെ നിർത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ വിസയും കട്ടാവാതെ നോക്കണം. അപ്പൊ അതിനാണെങ്കിൽ എനിക്ക് ഇവിടെ ബുദ്ധിമുട്ടും. എനിക്കിവിടെ 2 വർഷത്തെ സമയമുണ്ട്. 2 വർഷം കൊണ്ടേ അത് ആലോചിച്ച് തീരുമാനിക്കാനുള്ള എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് ഞാൻ പോന്നിരിക്കുന്നത്. പക്ഷെ ആ 2 വർഷത്തെ കാര്യം ഞാൻ ഇപ്പോഴേ ആലോചിച്ചുകൊണ്ടിരിക്കുക. ഞാൻ എന്ത് ചെയ്യണം? അച്ഛനും അമ്മയും ആ സമയമാകുമ്പോഴേക്കും നമുക്കിപ്പോ ഒരു ടാർഗറ്റ് വെച്ചിട്ടൊന്നല്ലോ അച്ഛനും അമ്മയും നോക്കുക. അവരിപ്പോ എത്ര കാലം ഉണ്ടാവും, എത്ര കാലം നിൽക്കുക, ചിലപ്പോ നമ്മളാവും മുന്നേ പോവുക, എങ്ങനെയാണെന്നൊന്നും അറിയില്ലല്ലോ. അപ്പൊ അത് ഇപ്പോഴേ ചിന്തിച്ചു കൂട്ടി വഷളാക്കിയിരിക്കുക. മാമിന്റെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ? അത് സൊല്യൂഷൻ ഉണ്ട്. മാം കോഴ്സിലേക്ക് ജോയിൻ ചെയ്തോളൂ. തീർച്ചയായിട്ടും ട്രോമാസ് ഹീൽ ചെയ്യുന്നതിലൂടെ മാമിന് ആ ഒരു പീസ്ഫുൾ മൈൻഡിലേക്ക് തിരിച്ചു ചെല്ലാനായിട്ട് സാധിക്കും കേട്ടോ. തീർച്ചയായിട്ടും അത് ആ ഒരു ട്രോമ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ആഘാതമാണ്. അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൽ നിന്ന് റിക്കവർ ആവാനായിട്ട് സാധിക്കും. ഓക്കെ മാം. പിന്നെ നമ്മൾ ടോപ്പിക്കിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ആസ്ക് ഫോർഗിവ്നെസ് ആയിരുന്നു അല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്.
ഇതുപോലെ നമുക്ക് നമ്മളിൽ നിന്നും ഒരുപാട് വേദന ഒരുപാട് വ്യക്തികൾ അനുഭവിച്ചിട്ടുണ്ടാവും. എസ്പെഷ്യലി വീട്ടിലുള്ള ആളുകൾ അല്ലെ അനുഭവിച്ചിട്ടുണ്ടാവും. അപ്പൊ എന്താണ് ഇതിലൊക്കെ നമുക്ക് കുറ്റബോധം നമ്മുടെ ഉള്ളിൽ ഫീൽ ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ ഒരാളെ വേദനിപ്പിച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്തുണ്ടാവും? മനസ്സിലൊരു വിഷമം ഉണ്ടാവും. വേണ്ടായിരുന്നു, ഞാൻ ഒരുപാട് വേദനിപ്പിച്ചു. അപ്പോൾ എന്താണ് ഇതെല്ലാം നമ്മൾ ക്ഷമ ചോദിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് എന്തായിരിക്കും? നമുക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാനും അതുപോലെ മറ്റുള്ളവരുടെ വേദനയിലൂടെ മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കി അവരെ ഹെൽപ്പ് ചെയ്യാനും അതുപോലെ നമ്മുടെ വാക്കുകളിലൂടെ മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കാനും നമ്മുടെ പ്രവൃത്തികളിലൂടെ വേദനിപ്പിക്കാതിരിക്കാനും ഒരു നല്ല മനുഷ്യനാവാനും നമുക്ക് സാധിക്കും. ഓക്കെ, മ്യൂട്ട് ചെയ്യൂട്ടോ എല്ലാവരും. അപ്പൊ ആസ്ക് ഫോർഗിവ്നെസ്സും നമ്മൾ പ്രാക്ടീസ് ചെയ്യാന്നുള്ളത് നേരിട്ട് നമ്മൾ പോയി ചോദിക്കേണ്ടതില്ല. നമുക്ക് പ്രാക്ടീസിലൂടെ തന്നെ ചോദിക്കാവുന്നതാണ്. അതിൽ തന്നെ എനർജി ചേഞ്ച് വരും. അവരിലും നമ്മളിലും എനർജി ചേഞ്ച് വരും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്ത്? നമ്മുടെ എനർജി ഹൈ ആക്കാനായിട്ട് നെക്സ്റ്റ് ആയിട്ട് ആസ്ക് ഫോർഗിവ്നെസ് ആണ് നമ്മുടെ എനർജി ഹൈ ആക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഫോർഗിവ്നെസ്സിൽ തന്നെ 3 ടൈപ്സ് ഓഫ് ഫോർഗിവ്നെസ് ഉണ്ട്. നെക്സ്റ്റ് ആയിട്ടുള്ളത് സെൽഫ് ഫോർഗിവ്നെസ് ആണ്. സെൽഫ് ഫോർഗിവ്നെസ് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ ക്ഷമിച്ചു കൊടുക്കുക. ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ മീൻസ് ഇപ്പൊ നമ്മൾ കോഴ്സിലേക്ക് വന്നവരാണെങ്കിൽ ഓക്കെ, അതല്ലെങ്കിൽ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണെങ്കിൽ നമുക്ക് നമ്മോട് തന്നെ ഒരു വെറുപ്പും, നേരത്തെ പറഞ്ഞ സെൽഫ് ലവിന്റെ ഭാഗമായിട്ട് പറഞ്ഞ ആ ഒരു കാര്യം, വെറുപ്പും വിദ്വേഷമൊക്കെ നമുക്ക് നമ്മോട് തന്നെ തോന്നും. അപ്പൊ ഇതുവരെയുള്ള ലൈഫിൽ നമുക്ക് തോന്നിയത് നമുക്ക് എന്ത് ചെയ്യണം? നമ്മളിൽ നിന്നും ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് സെൽഫ് ഫോർഗിവ്നെസ് ആണ്. മീൻസ് നമ്മൾ നമുക്ക് തന്നെ ക്ഷമിച്ചു കൊടുക്കുക എന്നുള്ളത്. ഒരുപാട് തെറ്റുകൾ അല്ലെങ്കിൽ അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റുകളിലൂടെ പോയിട്ടുണ്ടാവും, ഒരുപാട് പിഴവുകളിലൂടെ പോയിട്ടുണ്ടാവും. നെഗറ്റീവായിട്ടുള്ള മീൻസ് റൈറ്റ് ആയിട്ടല്ല റോങ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുത്തിട്ടുണ്ടാവും. ഇതിലൊക്കെ നമുക്ക് നമ്മോട് തന്നെ ഒരു വെറുപ്പൊക്കെ ഫീൽ ചെയ്യും അല്ലേ? അപ്പൊ എന്താണ്? അതും നമ്മുടെ എനർജി ഡൗൺ ആക്കുന്ന കാര്യമാണ്. അപ്പോൾ ഈ എനർജി ഹൈ ആക്കാനായിട്ട് ഈ ഒരു കാര്യം കൂടെ നമ്മൾ ആഡ് ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ ലൈഫിൽ സെൽഫ് ഫോർഗിവ്നെസ് പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നെക്സ്റ്റ് ആയിട്ട് വരുന്നതാണ് ട്രോമ ഹീലിംഗ്. ഇപ്പൊ നേരത്തെ മാം പറഞ്ഞതുപോലെ നമ്മുടെ ലൈഫിൽ ട്രോമാസ് അനുഭവിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ട്രോമകളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ്. ഇപ്പൊ നമ്മൾ സെൽഫ് ഫോർഗിവ്നെസ് പിന്നെ അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? അഫർമേഷൻ ആണ് കൊടുക്കേണ്ടത്. അഫർമേഷൻ സർ നമ്മുടെ കോഴ്സ് ചെയ്ത ആളാണോ? ഞാൻ ഇതിന് ഓഫ്ലൈന് വന്നായിരുന്നു കൊച്ചിയിൽ. ഓക്കെ, അത് നമ്മൾ ടാപ്പിംഗ് ചെയ്തുകൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇമോഷൻസിനെ പെട്ടെന്ന് കട്ട് ചെയ്യാൻ പറ്റും. ഏറ്റവും ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്നത് ടാപ്പിംഗ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ അഫർമേഷൻസിലൂടെ നമുക്ക് ചെയ്യാം, പക്ഷെ അതിന് ടൈം എടുക്കും. ആ ഒരു ബിലീഫ് അവിടെ അല്ലെങ്കിൽ ആ ഒരു ഇമോഷൻ അവിടെ കട്ടാവുന്നതിന് ടൈം എടുക്കും കേട്ടോ. നമുക്ക് അഫർമേഷൻസിലൂടെ പറയാം. ഇപ്പോൾ ഞാൻ എന്നെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് ഓക്കെ, ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു, ഞാൻ എന്നോട് തന്നെ ക്ഷമിച്ചിരിക്കുന്നു, ഞാൻ എന്നോട് ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ അഫർമേഷൻസ് പറയാം. ഞാൻ പറഞ്ഞ പോലെ ഏറ്റവും പെട്ടെന്ന് നമുക്ക് ആ ഒരു ഇമോഷൻ കട്ടാവാനായിട്ടും നമുക്ക് ആ സെൽഫ് ലവ് നന്നായിട്ട് ഫീൽ ചെയ്യാനായിട്ടും ഹെൽപ്ഫുൾ ആവുന്നത് സെൽഫ് ഫോർഗിവ്നെസ് ടാപ്പിങ്ങിലൂടെ ചെയ്യുമ്പോഴാണ്. ഓക്കെ മാഡം, താങ്ക് യു. ഓക്കെ, അപ്പോൾ പറഞ്ഞു വന്നത് എന്തായിരുന്നു? ട്രോമ ഹീലിംഗ്. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ ആണ് നമ്മുടെ എനർജി ഹൈ ആക്കാനായിട്ട് ട്രോമ ഹീലിംഗ് എന്നുള്ളത്. ട്രോമാസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ പലരും തെറ്റിദ്ധരിച്ചിട്ട് ഇരിക്കുകയാണ്. ട്രോമാസ് എന്ന് പറയുമ്പോൾ വലിയ വലിയ പ്രശ്നങ്ങളാണ് ട്രോമാസ് എന്നുള്ളത്. ഇപ്പോൾ ഒരാൾ ചീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, അല്ലെങ്കിൽ ഡിവോഴ്സ് കേസ്, ഇങ്ങനെ അല്ലെങ്കിൽ ബ്രേക്കപ്സ്, ഇങ്ങനെ ഒരുപാട് വലിയ വലിയ പ്രോബ്ലംസ് ആണ് ട്രോമാസ് എന്നാണ് പലരും ധരിച്ചിട്ടുള്ളത്. പക്ഷേ ട്രോമാസ് എന്ന് പറയുന്നത് വലിയ ട്രോമകളുണ്ട്, ചെറിയ ട്രോമകളുണ്ട്, ബിഗ് ട്രീ ട്രോമാസും ഉണ്ട്, സ്മോൾ ട്രീ ട്രോമാസും ഉണ്ട്. അപ്പോൾ നമ്മൾ ചെറുപ്പകാലത്തിലൊക്കെ ചെറിയ ചെറിയ വേദനകൾ അനുഭവിച്ചിട്ടുണ്ടാവും അല്ലെ? ഇപ്പൊ ഒരു മിഠായി വാങ്ങിത്തരാത്തതിന് ഒരു കുഞ്ഞനുഭവിക്കുന്നത് അവരൊരു സങ്കടം, അതൊരു ട്രോമയാണ്. അത് അവരുടെ ബിലീഫ് സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അപ്പൊ ഈ ട്രോമ ഹീലിംഗ് എന്ന് പറയുന്നതും നമ്മുടെ എനർജി ഹൈ ആക്കാനായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ട്രോമ ഹീലിംഗിൽ ഇപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിളിലൂടെ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു
ഒരാള് ഫ്രണ്ട്സോ അല്ലെങ്കിൽ ടീച്ചേഴ്സൊക്കെ നമ്മൾ കളിയാക്കിയെന്ന് വിചാരിക്കാം. എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഫ്രണ്ട്സ് നമ്മൾ കളിയാക്കപ്പെട്ടു. അപ്പോൾ ആ സമയത്ത് നമ്മുടെ എനർജി എന്താവും? ലോ ആവും അല്ലേ? നമ്മുടെ എനർജി ലോ ആവും. അത് മാത്രമല്ല, ട്രോമാസ് നമ്മൾ അനുഭവിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന മറ്റൊരു കാര്യമാണ് നമ്മുടെ ഉള്ളിൽ ലിമിറ്റിംഗ് ബിലീഫുകൾ രൂപപ്പെടും. ലിമിറ്റിംഗ് ബിലീഫുകൾ നമ്മുടെ ഉള്ളിലുണ്ടാവും. ആ ലിമിറ്റിംഗ് ബിലീഫുകൾ ആണ് പിന്നെ നമ്മെ കൺട്രോൾ ചെയ്യും. നമ്മൾ മുന്നോട്ട് പോകുന്ന വഴിയിൽ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് ഈ ലിമിറ്റിംഗ് ബിലീഫുകളാണ്. ഓക്കെ, ഈ ലിമിറ്റിംഗ് ബിലീഫുകൾ നമ്മെ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഈ കുട്ടി കളിയാക്കപ്പെട്ട കുട്ടിക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് സ്റ്റേജ് ഫിയർ ഇങ്ങനെയൊക്കെ വരുന്നത് എന്തുകൊണ്ടാണ്? ഇങ്ങനെയുള്ള എക്സ്പീരിയൻസസ് നമ്മുടെ ലൈഫിൽ ഉണ്ടാവുമ്പോൾ പിന്നെ ആ കുട്ടിക്ക് മറ്റുള്ളവരുടെ മുഖത്ത് നോക്കി സംസാരിക്കാനോ അല്ലെങ്കിൽ കുറച്ച് ആളുകൾ കൂടെ ഒരു സ്ഥലത്ത് നിന്ന് സംസാരിക്കാനോ എന്തെങ്കിലും കാര്യങ്ങൾ പറയാനോ ഒന്നും ആ കുട്ടിക്ക് സാധിക്കില്ല. കാരണം ആ കുട്ടിയുടെ ഉള്ളിൽ ലിമിറ്റിംഗ് ബിലീഫ് ഈ ഒരു ട്രോമ കാരണം ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ട്രോമാസ് എന്ന് പറയുന്നത് വലിയ വലിയ സംഭവങ്ങളോ പ്രശ്നങ്ങളോ അല്ല. ചെറിയ ചെറിയ ട്രോമാസ് വരെ നമ്മുടെ ഗോൾസ് അച്ചീവ് ചെയ്യുന്നതിൽ നിന്നും നമ്മൾ പിന്നോട്ട് വലിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ഇപ്പം ന്യൂ ഇയർ ഒക്കെ വരുന്ന സമയത്ത് ഒരുപാട് ഗോൾസ് ഒക്കെ സെറ്റ് ചെയ്യും. ഇങ്ങനെ ചെയ്യണം, പുതിയ ഹാബിറ്റ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പല കാര്യങ്ങളും ആഡ് ചെയ്യും. പക്ഷേ അതൊന്നും നമുക്ക് സാധിക്കുന്നില്ല. ശരിയല്ലേ? അത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ അതിയായ ആഗ്രഹമുണ്ടെങ്കിലും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. അതിൻ്റെ റീസൺസ് എന്താണ്? അങ്ങനെ ഉണ്ടാവാറുണ്ടോ? നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റാറുണ്ടോ? ഒരു ഡേ വളരെ പ്രൊഡക്റ്റീവായിട്ട് കൊണ്ടുപോകണം നമ്മൾ ചിന്തിക്കാറുണ്ട്. പക്ഷേ അത് നമ്മളെ കൊണ്ട് സാധിക്കാറുണ്ടോ? എന്താണ്? ഒന്ന് ടെക്സ്റ്റ് ചെയ്യൂ എല്ലാവരും. ഇല്ല, നമുക്ക് സാധിക്കാറില്ല അല്ലേ? അതെന്താ അതിൻ്റെ റീസൺ? അറിയാമോ? അതിൻ്റെ റീസൺ എന്താണ്? തീവ്രമായിട്ടുള്ള ആഗ്രഹമൊക്കെ നമുക്കുണ്ട്, പക്ഷേ അതിൻ്റെ റീസൺ എന്താണ്? ടെക്സ്റ്റ് ചെയ്യൂ എല്ലാവരും. എനർജി ലോ ആണ്. അത് മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ ലിമിറ്റിംഗ് ബിലീഫുകൾ. ഓരോ ട്രോമ നമ്മൾ അനുഭവിക്കുന്ന, ഇപ്പം ഏകദേശം 3000-ഓളം ട്രോമാസ് ഒരാൾ അനുഭവിക്കുന്നുണ്ട്. അതിൽ നിന്നും 45,000-ഓളം ലിമിറ്റിംഗ് ബിലീഫുകൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലുണ്ട്. ഈ ബിലീഫുകളാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ലിമിറ്റിംഗ് ബിലീഫുകൾ എന്ത് ചെയ്യും? നമ്മൾ ബ്ലോക്ക് ചെയ്യും. പല കാര്യങ്ങളും നമ്മൾ ബ്ലോക്ക് ചെയ്യും. അപ്പോൾ ഈ ട്രോമാസ് ഹീൽ ചെയ്യുന്നതിലൂടെ നമ്മുടെ ലിമിറ്റിംഗ് ബിലീഫുകൾ നമുക്ക് കട്ട് ചെയ്യാനും നമ്മുടെ എനർജി ഹൈ ആക്കാനും നമ്മുടെ ഗോൾസിലേക്ക് നമുക്ക് എത്രയും പെട്ടെന്ന് ആ ഒരു ഗോൾസ് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാനും നമുക്ക് സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ റിയാലിറ്റി. ഓക്കെ, അപ്പോൾ നമ്മുടെ എനർജി ഹൈ ആക്കാനായിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഈ ചെയ്യേണ്ട കാര്യങ്ങൾ: ഒന്ന് സെൽഫ് ലവ്, ഗ്രാറ്റിറ്റ്യൂഡ്, അക്സെപ്റ്റൻസ്, ആസ്ക് ഫോർഗിവ്നെസ്, ഗിവിങ് ഫോർഗിവ്നെസ്, സെൽഫ് ഫോർഗിവ്നെസ്, അതുപോലെ ട്രോമ ഹീലിംഗ്. ഈ ഉള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ലൈഫിൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? നമ്മുടെ എനർജി എന്താ ചോദിച്ചത് മനസ്സിലായില്ല. EFTയിലൂടെ ട്രോമ എന്നാണ് ഉദ്ദേശിച്ചത്. ട്രോമ, തീർച്ചയായിട്ടും ട്രോമാസ് ഹീൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ എനർജി ഹൈ ആക്കാനും എല്ലാം ഈ ഒരു 5-6 കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യുന്നതിലൂടെ സാധിക്കും. ഇത് കറക്റ്റായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട് നമ്മുടെ EFT കോഴ്സിലൂടെ. എല്ലാ കാര്യങ്ങളും ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്ന രൂപത്തിലേക്ക് എത്തുകയും, ഇപ്പോൾ നമ്മുടെ സൺഡേസിലെ ഇറ്റ്സ് മീ ദ റിയൽ മീ പ്രോഗ്രാംസിലൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടാവും അല്ലേ? അതിലൊക്കെ നിങ്ങൾ കേൾക്കാറുണ്ട് അവരുടെ ലൈഫ് അങ്ങ് ട്രാൻസ്ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ലൈഫിൽ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക മാത്രമല്ല, ഈ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നമ്മൾ അപ്ലൈ ചെയ്യുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ലൈഫിനെ നമ്മൾ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് നമുക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ചിന്തകളാണെല്ലാം, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡാണെല്ലാം നമ്മുടെ ലൈഫ് തീരുമാനിക്കുന്നതും നമ്മുടെ ലൈഫിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതെല്ലാം എന്താണ്? നമ്മുടെ ചിന്തകളാണ്. ഈ ചിന്തകൾ നമുക്ക് കറക്റ്റാക്കാൻ സാധിച്ചാൽ
ഇപ്പോൾ പല നമ്മുടെ മോട്ടിവേഷണൽ കോഴ്സുകളൊക്കെ കേൾക്കാറുള്ളതാണ് പോസിറ്റീവായിട്ട് ചിന്തിക്കുക എന്നുള്ളത്. അത് പോസിബിൾ അല്ല. ഒരു മീൻസ് പോസിബിൾ അല്ല എന്ന് പറഞ്ഞ കാരണം നമ്മൾ ട്രോമാസ് ഒന്നും ഹീൽ ചെയ്യപ്പെടാതെ നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കുക എന്ന് പറയുന്നതിന് ഒരു പരിധിയുണ്ട്. ഓക്കെ, കാരണം നമ്മുടെ ഉള്ളിലെല്ലാം കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതെല്ലാം ഹീൽ ചെയ്ത് ഒഴിവാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹീൽ ചെയ്യാനുള്ള മെത്തേഡാണ് EFT. ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ളതും അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതുമുള്ള ഒരു മെത്തേഡാണ് EFT, ഇമോഷണൽ ഫ്രീഡം ടെക്നിക്. ഇതിൽ നമുക്ക് 26th നമുക്ക് കോഴ്സ് വരുന്നുണ്ട്, EFT ലൈഫ് മാസ്റ്ററി എന്ന് പറഞ്ഞിട്ട്. അതുപോലെ May 12th സ്റ്റുഡൻസിനുള്ള കോഴ്സ് വരുന്നുണ്ട്. സ്റ്റുഡൻസിന് വെച്ച് കഴിഞ്ഞാൽ അത്രയും പ്രശ്നങ്ങളിലൂടെ കുട്ടികളും കടന്നു പോകുന്നുണ്ട്. അവരും ഈ രീതിയിലെ ട്രോമാസ്, നമ്മളിൽ നിന്ന് പാരൻസിൽ നിന്ന് കിട്ടിയ ട്രോമാസ് ഒക്കെ, അത് ടീച്ചേഴ്സിൽ നിന്ന് അതുപോലെ സറൗണ്ടിങ്സിൽ നിന്നൊക്കെ കിട്ടിയിട്ടുള്ള ട്രോമാസ് ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്, അല്ലേ? നമ്മുടെ മക്കൾ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും ഭയക്കേണ്ട ഒരു കാര്യമാണ് അഡിക്ഷനിലേക്ക് പോകുക എന്നുള്ളത്. ഈ ഒരു അഡിക്ഷനിലേക്കൊക്കെ പോകുന്നത് മാം, സ്റ്റുഡൻസിന്റെ ഓൺലൈൻ ആണോ ഓഫ്ലൈൻ ആണോ? ഓൺലൈൻ സെഷൻസ് ആണ് വരുന്നത്, ഓൺലൈൻ കോഴ്സാണ്. ഓഫ്ലൈൻ ഉണ്ടാവാറില്ലേ? സ്റ്റുഡൻസിന്റെ ഇതുവരെ ഓഫ്ലൈൻ ഉണ്ടായിട്ടില്ല, ഓക്കെ, ഭാവിയിൽ ഉണ്ടാവാം. എന്നാലും അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് സെൻഡ് ചെയ്യണേ. ടീം മെമ്പേഴ്സ് നമ്പർ ഇവിടെ ഷെയർ ചെയ്യും, അതിൽ കോണ്ടാക്ട് ചെയ്താൽ മതി. ഓക്കെ ഓക്കെ. ഷെയർ ചെയ്തിട്ടുണ്ട്, ഉം. അതിൽ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ലൈഫ് വളരെ സിമ്പിളാണ്. നമുക്കറിയാത്തതാണ്, എങ്ങനെ ഇത് കൊണ്ടുപോകണം എന്നറിയാത്തതാണ് പ്രശ്നം. അപ്പോൾ എന്ത് ചെയ്യുക, നമുക്കറിയാത്ത കാര്യങ്ങൾ നമ്മൾ ഹെൽപ്പ് എടുക്കുക, അല്ലേ? നമുക്ക് അറിയാത്ത കാര്യങ്ങൾ നമ്മൾ അറിയുന്നവരുടെ അടുത്ത് നിന്ന് ഹെൽപ്പ് എടുത്തു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഓക്കെ, EFT കോഴ്സ് ചെയ്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? സ്റ്റുഡൻസിൻ്റെ പ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ 6th സ്റ്റാൻഡേർഡ് ടു എബവ് ഒരു ഡിഗ്രി പഠിക്കുന്ന കുട്ടികൾക്കെല്ലാം ജോയിൻ ചെയ്യുന്ന രൂപത്തിലാണ് ഉള്ളത്. ഓക്കെ, നമ്മുടെ EFT ചെയ്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ EFT ബെനിഫിറ്റ്സ്, വൺ മോർ ടൈം പ്ലീസ്. EFT കൊണ്ട് നമുക്ക് എല്ലാ തലത്തിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഏത് ഏരിയാസിലും നമ്മൾ അങ്ങ് ഡെഡിക്കേറ്റഡ് ആയി പ്രാക്ടീസ് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ ഏത് ഏരിയാസിലും നമുക്ക് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇത് 100% ഞാൻ ഉറപ്പ് നൽകുകയാണ്. നിങ്ങൾ അവൈലബിൾ ആവണം, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. കാരണം നിങ്ങളുടെ ഉള്ളിലുള്ള ട്രോമാസ് ഹീൽ ചെയ്യപ്പെടേണ്ടത്, അത് നിങ്ങൾ എന്താണ്, അത് ആ നെഗറ്റീവ് എനർജി നമ്മളിൽ നിന്നും റിമൂവ് ചെയ്ത് ആ ഒരു പോസിറ്റീവായിട്ട് നമ്മളിരിക്കണം. അതാണ് പ്രധാനം. ഓക്കെ, നമ്മുടെ എനർജി ഹൈ ആക്കി നിർത്തുകയാണെങ്കിൽ നമ്മുടെ ലൈഫിലേക്ക് എന്താണോ നമുക്ക് വേണ്ടത് അതെല്ലാം അച്ചീവ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് ഒരുപാട് ബുക്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. നമ്മുടെ ഈ ഒരു നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവർ എന്താണ്, നമ്മുടെ പ്രോബ്ലം, ദ സീക്രട്ട് എന്ന് പറഞ്ഞിട്ട് ബുക്ക്, ഒരുപാട് ബുക്സ് അവൈലബിൾ ആണ്. ഇതിൻ്റെ റിയാലിറ്റി, സീക്രട്ട് എന്ന് പറഞ്ഞ ബുക്കിൽ പറയുന്നത് അതൊരു രഹസ്യമാണെന്നാണ്, ആർക്കും അറിയാത്തൊരു രഹസ്യം. എന്ത്, ലൈഫ് ഇത്ര സിമ്പിളാണ്, എന്താണ് ലൈഫിൽ നമ്മൾക്ക് ആ ഒരു സക്സസ്സിലേക്ക് തടഞ്ഞു നിർത്തുന്നത്, എന്താണ് നമ്മുടെ യഥാർത്ഥത്തിലുള്ള ഞാൻ ആരാണ്, ഇവയെല്ലാം നമുക്ക് പലർക്കും അറിയാത്തതാണ്, ഇവിടുന്ന് കിട്ടാത്തതാണ്. അത് ഫോർഗീവ്നെസ് കൊണ്ടും ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ടും മാറുകയില്ല. എന്താണ്, ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാമോ? ഇപ്പോൾ ടെക്സ്റ്റ് ചെയ്തിട്ടുള്ള ആള് ബില എന്നാണ് കാണുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാ? ഹലോ, യെസ് സർ. ഈ ഫോർഗീവ്നെസ് കൊണ്ടും ഗ്രാറ്റിറ്റ്യൂഡ് അതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ട് ഈ ലിമിറ്റിംഗ് ബിലീഫ്സ് ഒക്കെ നമുക്കൊരു പരിധി വരെ ഒഴിവാക്കാൻ പറ്റില്ല എന്നാണ് ചോദ്യം. ഓക്കെ, ഫോർഗീവ്നെസ് ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് ചെയ്യാൻ പറ്റും. ഫോർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ, അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് ഒക്കെ ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ ലിമിറ്റിംഗ് ബിലീഫുകളെ ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. കൂടെ സെൽഫ് ലവ് ഇവയെല്ലാം ഒന്ന് ആഡ് ചെയ്യാം. ട്രോമ ഹീലിംഗ്, ഇപ്പോൾ ഫോർഗീവ്നെസ്സിൽ തന്നെയാണ് ഈ ട്രോമ ഹീലിംഗ് വരുന്നത്.
സെൽഫ് ഫോർഗീവ്നെസ്സിന്റെ ഒരു അണ്ടറിലാണ് അത് വരിക, ട്രോമ ഹീലിംഗ്. ഫോർഗീവ്നെസ് മാത്രമല്ല, നമ്മുടെ ഈ ട്രോമാസ് ഹീൽ ചെയ്യുന്നതും കൂടെ അതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ലിമിറ്റിംഗ് ബിലീഫ് ഞാൻ പറഞ്ഞല്ലോ, ഓരോ ട്രോമ നമ്മൾ അനുഭവിക്കുന്ന സമയത്തും നമ്മുടെ ഉള്ളിൽ ലിമിറ്റിംഗ് ബിലീഫുകൾ രൂപപ്പെടുന്നുണ്ട്. ഈ ബിലീഫ്സ് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ട്രോമ അവിടെ ഹീൽ ചെയ്യണം, പൂർണ്ണമായിട്ടും കട്ട് ചെയ്യപ്പെടാനായിട്ട്. സർ EFT ചെയ്ത ആളാണോ? അല്ല അല്ല. ഓക്കെ. അപ്പോൾ EFTയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും നമുക്ക് പെട്ടെന്ന് നമുക്ക് നമ്മുടെ ഇമോഷനെ നമുക്ക് എടുത്ത് കളയാനായിട്ട് സാധിക്കും. ഇമോഷൻസ് ആണ് നമ്മുടെ പ്രോബ്ലംസ് അല്ലേ? നമ്മുടെ നെഗറ്റീവ് ഇമോഷൻസ്, സങ്കടം, വിഷമം, വെറുപ്പ്, പ്രയാസം, കുറ്റബോധം, അസൂയ, ഇതൊക്കെ നമ്മുടെ എനർജി ഡൗൺ ആക്കുന്ന ഇമോഷൻസാണ്. ഈ ഇമോഷൻസിനെ കട്ട് ചെയ്യുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ആ ഇമോഷൻസിനെ കട്ട് ചെയ്യാനായിട്ടുള്ള ഏറ്റവും പെട്ടെന്ന് ഒരു വിത്തിൻ 10 മിനിറ്റ്സ് അല്ലെങ്കിൽ 15 മിനിറ്റ്സിനുള്ളിൽ നമുക്ക് നമ്മുടെ ഒരു ട്രോമയിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു ഇമോഷൻസിനെ നമുക്ക് കട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതൊരു വളരെ പവർഫുൾ ആയിട്ടുള്ള ടൂളാണ് EFT. അപ്പം നമ്മളിപ്പോൾ ഫോർഗീവ്നെസ് ഒക്കെ ചില മെത്തേഡിൽ എഴുതിയിട്ട് ബേൺ ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ അത് പൂർണ്ണമായിട്ട് ആ ഇമോഷൻ വീണ്ടും തിരിച്ചു വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. പിന്നെ അത് മാത്രമല്ല, അത് ഒരുപാട് ടൈം എടുക്കും അതിന്റെ റിസൾട്ടിനായിട്ട്. ഒരുപാട് നമ്മൾ ചെയ്യേണ്ടി വരും ആ രീതിയിൽ. യെസ്, മാഡം പറഞ്ഞതുപോലെ ഞാൻ ഒരു സ്റ്റെപ്പ് ചെയ്താണ് EFT കോഴ്സ്, 1 ഡേ പ്രോഗ്രാം. യെസ്, എനിക്ക് മനസ്സിലാകും നമ്മളിപ്പം മാഡം പറഞ്ഞ 5 കാര്യങ്ങളിൽ ഈ ട്രോമ ഹീലിംഗ് ചെയ്താലേ മറ്റു കാര്യങ്ങളെല്ലാം വർക്കൗട്ട് ആവുള്ളൂ. തീർച്ചയായിട്ടും. മനസ്സിലാക്കാൻ പറ്റും. ട്രോമ ഹീലിംഗ് സാർ അന്ന് എക്സ്പീരിയൻസ് ചെയ്തല്ലോ അല്ലേ? ആ, അപ്പൊ ഞാനന്ന് പോയി, എനിക്ക് ഇവിടുന്ന് ഒരു വലിയ പ്രശ്നമായിട്ടാണ് പോകുന്നത് ഷാഫി സാറിന്റെ അടുത്ത്. അപ്പൊ എനിക്ക് ഒത്തിരി പ്രശ്നമാണ്. പുള്ളിയോട് ഒരു ദിവസം പറഞ്ഞ തീരത്തില്ലാത്ത എനിക്ക് വിഷയങ്ങളുണ്ടായിരുന്നു. ഞാൻ അന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ട്രോമ ഹീൽ ചെയ്തപ്പം ബേസ് എന്താന്ന് കിട്ടി. പിന്നെ എല്ലാ പ്രശ്നങ്ങളും നിസ്സാരവൽക്കരിക്കാൻ പറ്റിയില്ല. നമ്മൾ ഈ EFT ചെയ്താൽ മാത്രമേ നമ്മൾ ഇതൊക്കെ കേട്ടുകൊണ്ട് പ്രയോജനപ്പെടുകയുള്ളൂ. കാരണം ഞാൻ 5 വർഷം ഫോളോ ചെയ്ത ഒരാളാണ്. അഫർമേഷനൊക്കെ കൊടുത്തേ അതൊന്നും പ്രയോജനപ്പെട്ടില്ലായിരുന്നു. വീണ്ടും നമ്മുടെ എനർജി ലോ ആകുമ്പോഴത്തേനും ആ പ്രശ്നങ്ങളെല്ലാം കയറി. തീർച്ചയായിട്ടും നമ്മൾ അതിന്റെ കണ്ടന്റ് എന്താണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് എടുത്ത് പറിച്ച് ദൂരെ കളയുന്ന ഒരു രീതിയാണല്ലോ ഹീലിംഗ്, ട്രോമ ഹീലിംഗ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നിരന്തരം ചെയ്യുമ്പോൾ അതിന്റെ ബലം കുറഞ്ഞ് ദുർബലമാകും. ദുർബലമായി കഴിയുമ്പോഴത്തേന് പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് കയറാൻ തുടങ്ങും. എനിക്കതാണ് മനസ്സിലായത്. ഞാനിപ്പോൾ ഇന്ന് ഒരു പ്രാവശ്യമേ വന്നിട്ടുള്ളൂ. ഞാൻ ഇന്ന് ഇത് കേൾക്കാറുണ്ട്, ഫോളോ ചെയ്യും. വലിയ മാറ്റങ്ങൾ എനിക്ക്, എത്ര വലിയ പ്രശ്നങ്ങൾ എന്ന് പറയാൻ പറ്റത്തില്ല, നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ കാര്യങ്ങൾ അതിനെ എങ്ങനെ ഫേസ് ചെയ്യണമെന്ന് നമുക്ക് ഈ ട്രോമ ഹീലിംഗ് കഴിഞ്ഞപ്പോൾ ഏത് വിഷയങ്ങളെ കൈകാര്യം ചെയ്യാൻ പഠിച്ചെന്നുള്ളതാണ്. ഒരു പ്രശ്നമൊന്നും അല്ല, നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ സ്റ്റെപ്പുകളാണ്. ആ സ്റ്റെപ്പുകളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞ് നമുക്ക് ഇതൊക്കെ ഒരു പരിശീലനമാണെന്ന് ഞാൻ മനസ്സിലാക്കിയത്, വരുന്ന വിഷയങ്ങളൊക്കെ. താങ്ക് യു മാഡം. ഞാനിങ്ങനെ ഒരു അവസ്ഥയിലേക്ക് മാറാൻ കാരണം ഈ ഒരു പ്രോഗ്രാം, ഈ ഒരു ഇതിൽ കൂടെയാണ്. വലിയ സന്തോഷമുണ്ട്. നിങ്ങൾക്ക് എപ്പോഴും പ്രാർത്ഥനയുണ്ട്. താങ്ക് യു സർ. സാറ് പറ്റുകയാണെങ്കിൽ കോഴ്സ് 10 days സെഷനിലേക്ക് വരിക. അന്ന് ചെറിയൊരു സാമ്പിളാണ് അവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു വളരെ വിശദമായിട്ടുള്ള ഒരു പഠനവും, എന്താണ് EFT, അതിൻ്റെ ആ ഒരു മൈൻഡ് ആൻഡ് ബോഡി കണക്ഷൻ, അതിൻ്റെ തിയറി, അതിൻ്റെ അവയർനെസ് ലെവൽ, നമ്മളെപ്പോഴും നമ്മുടെ എനർജി ഹൈ ആക്കി നിർത്താനുള്ള 5 steps ഓഫ് അവയർനെസ് ഉണ്ട്. ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ക്ലിയർ ആയിട്ട്, അതുപോലെ 30 days മെന്ററിംഗ് സർവീസ് ഉണ്ട്. അതിലൂടെ നമ്മൾ ഒരു കാര്യം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫിന്റെ ഭാഗമായിട്ട്, ഹാബിറ്റായിട്ട് അത് മാറും അല്ലേ? അപ്പോൾ പിന്നെ പേഴ്സണൽ സിറ്റിംഗ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ സാർ എന്ത് ചെയ്യുക, കോഴ്സിലേക്ക് വരിക കേട്ടോ. അപ്പം നിങ്ങളുടെ ലൈഫ് ഇപ്പോൾ ഉള്ളതിനേക്കാൾ 10 മടങ്ങ് ഇരട്ടി നിങ്ങൾക്ക് ട്രാൻസ്ഫോർമേഷനിലേക്ക് എത്താനായിട്ട് സാധിക്കും. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ബിന്ദു മാം ചോദിക്കുന്നുണ്ട്, ടീം മെമ്പേഴ്സ് പ്ലീസ് ടെക്സ്റ്റ് ഷെയർ ചെയ്യൂ. ബിന്ദു മാം.
ഇവിടെ ഷെയർ ചെയ്യുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ശരത് സർ. മാം ഈ നമ്പർ നോട്ട് ചെയ്തോളൂ, നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഏകദേശം ടൈം ആയിട്ടുണ്ട്. ഇത്രയും സമയം സെഷനിൽ ഇരുന്ന് നിങ്ങളെ ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും എൻ്റെ നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. നല്ലൊരു ദിവസം നേരുന്നു. എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞൊരു ദിവസമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. Thank you so much, madam. Thank you, ma'am. Thank you.